ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഇന്ത്യസ് ഓയിൽ ഇമ്പോർട്ടിനെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് ആർട്ടിക്കിൾ. അതായത് നമ്മൾ റഷ്യയിൽ നിന്ന് കൂടുതൽ ഓയിൽ വാങ്ങിക്കുന്നതിനെ അമേരിക്ക അടക്കമുള്ള സാമ്രാജ്യത്വ ശക്തികൾ അല്ലെങ്കിൽ യൂറോപ്പ് ആകമാനം, പ്രത്യേകിച്ച് നാറ്റോ എതിർക്കുകയാണ്. എന്തുകൊണ്ടാണ് അവരിങ്ങനെ എതിർത്തുകൊണ്ടിരിക്കുന്നത്? കാരണം റഷ്യ യുക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. റഷ്യ യുക്രൈനെ ആക്രമിക്കുന്നു. യുക്രൈൻ ആരുടെ അലിയാണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് യുക്രൈൻ യുദ്ധം നടക്കുന്നത്? അതായത് യുക്രൈന്റെ നാറ്റോയിലുള്ള അംഗത്വം സ്ഥിരപ്പെടുത്താനായിട്ട്, അല്ലെങ്കിൽ നാറ്റോയിൽ ഒരു പൂർണ്ണ അംഗമാകാനായിട്ട് ആര് പോകുന്നു? യുക്രൈൻ പോകുന്നു. സോ റഷ്യയുടെ ഏറ്റവും അടുത്ത് ഒരു നാറ്റോ രാജ്യം, അല്ലെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിൽ പെടുന്ന ഒരു രാജ്യം വന്ന് നിൽക്കുകയാണ്. അത് റഷ്യക്ക് സഹിക്കില്ല. അതാണ് നമ്മളുടെ ഈ ഒരു റഷ്യ യുക്രൈൻ യുദ്ധത്തിലേക്ക് നയിച്ചത്. ഓക്കെ, ഈ നാറ്റോ സഖ്യങ്ങൾക്ക് ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ഏതൊരു നാറ്റോ കൺട്രിയെയും ആക്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അവരോടുള്ള ആക്രമണം ഈ നാറ്റോ സഖ്യത്തിന്റെ പൂർണ്ണമായ ആക്രമണമായിട്ട്, അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളെയും ആക്രമിച്ചതുപോലെ കണക്കാക്കും. എന്നെ തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും തൊട്ട പോലെ ആയിരിക്കും. അങ്ങനെയാണ്. എന്നെ തൊട്ട് കഴിഞ്ഞാൽ അനന്ത IAS അക്കാഡമിയെ തൊടുന്ന പോലെ അങ്ങനെയായിരിക്കും ചിലപ്പോൾ. മനസ്സിലായോ? സോ നാറ്റോ കൺട്രീസ് എല്ലാവരും യുദ്ധത്തിന് ഇറങ്ങും എന്നുള്ളതാണ് അവരുടെ എഴുതി വെച്ച പ്രിൻസിപ്പിൾ. പക്ഷേ യുക്രൈൻ നാറ്റോയിൽ അംഗമായിട്ടില്ല. അംഗമാകുന്നതിനെതിരെയാണ് യുദ്ധം പ്രഖ്യാപിച്ചത്. അപ്പോൾ ഈ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലുകൾ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കൺട്രീസും വാങ്ങുന്നത് യുദ്ധപ്പണമാണ്, അല്ലെങ്കിൽ ബ്ലഡ് മണിയാണ് എന്നുള്ളതാണ് ഈ രാജ്യങ്ങൾ പറഞ്ഞു കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്ത്യക്ക് അവിടെ ഒരു അടിയുണ്ട്. കാരണം ഇന്ത്യ റഷ്യയിൽ നിന്ന് ആണ് ഏറ്റവും കൂടുതൽ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഏതാണ്ട് 36%, 21-22 പീരീഡിലൊക്കെ ഏതാണ്ട് 40% ഓയിൽ ഇമ്പോർട്ട് ചെയ്തത് എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. ഇപ്പോ ട്രംപ് അധികാരത്തിലേക്ക് വന്നപ്പോൾ ട്രംപ് എന്ത് പറഞ്ഞു? 24 മണിക്കൂറിനുള്ളിൽ ഞാൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കും. പക്ഷേ വീണ്ടും ബോംബറുകൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡ്രോണുകൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം നിന്നിട്ടൊന്നുമില്ല. അപ്പോ അമേരിക്ക അടുത്ത അടവുമായിട്ട് വരികയാണ്. എന്താണ്? റഷ്യയിൽ നിന്ന് ഓയിലുകൾ വാങ്ങിക്കുന്ന എല്ലാ കൺട്രീസിനും ഇനി താരിഫ് ഏർപ്പെടുത്തും. അതായത് 50% ഡ്യൂട്ടീസ് ഞങ്ങൾ അടിച്ചിട്ടു. 50% അല്ല, 500%, 500% ടാക്സ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ഞങ്ങൾ ഏർപ്പെടുത്തും എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? അമേരിക്ക അടക്കമുള്ള കൺട്രീസ് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് ഇന്ത്യക്കൊരു പ്രശ്നമാണ്. ഇന്ത്യയുടെ മിനിസ്റ്റർ പ്രത്യേകം പറഞ്ഞു, ഞങ്ങളുടെ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നമാണിത്. കാരണം ഞങ്ങൾ 36% റഷ്യയിൽ നിന്നാണ് ഈ ഓയിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നത്? റഷ്യയുടെ ഓയിലിന് വില കുറവാണ്, ആ ഒരു കാരണം കൊണ്ടാണ്. സോ അത് നമ്മളുടെ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നത്. സോ ഇപ്പോ അമേരിക്ക നമ്മളോട് പറയാണ്, നിങ്ങൾ ഈ ഓയിൽ വാങ്ങിക്കുന്ന എല്ലാ കൺട്രീസും കൂടി സമന്വയത്തിലെത്തിയിട്ട് റഷ്യയോട് യുദ്ധം നിർത്താൻ പറയാം. പിന്നെ നമുക്ക് അതല്ലേ പണി? റഷ്യയോട് യുദ്ധം നിർത്താൻ പറയലല്ലേ നമ്മളുടെ പണി. അത് എസ് ജയശങ്കർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യൂറോപ്പിന്റെ പ്രശ്നങ്ങൾ മാത്രമാണ്. അത് ഞങ്ങൾ കൈകടത്തേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഇന്ത്യക്ക് അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ യൂറോപ്പ് ആകമാനം കൈകടത്താറുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് ഞങ്ങൾ യൂറോപ്പിന്റെ പ്രശ്നത്തിൽ അല്ലെങ്കിൽ റഷ്യയുടെ പ്രശ്നത്തിൽ കയറി കൈകടത്തേണ്ടത്? സോ അങ്ങനെ ഒരു നിലപാട് ഇന്ത്യയിൽ നിന്ന് ഉണ്ടാവണമെന്നില്ല. സോ ഇതാണ് ഫസ്റ്റ് ആർട്ടിക്കിൾ പറയുന്നത്. നമുക്ക് ഇന്ത്യയുടെ ഓയിൽ എക്സ്പോർട്ടിനെ കുറിച്ച് നോക്കാം, അല്ലെങ്കിൽ ഓയിൽ ഇമ്പോർട്ടിനെ കുറിച്ച് നോക്കാം. ഇന്നലെ ഞാൻ നിങ്ങളെ ഒരു ചാർട്ട് കാണിച്ച് ഓർക്കുന്നുണ്ടോ? അതെന്തിനെ കുറിച്ചിട്ടായിരുന്നു? ഇമ്പോർട്ടിനെയും എക്സ്പോർട്ടിനെയും കുറിച്ചിട്ടായിരുന്നല്ലോ. അതിൽ ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? ഓയിലാണ്, ക്രൂഡ് ഓയിലാണ്. ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നതും ക്രൂഡ് ഓയിലാണ്, അല്ലെങ്കിൽ പെട്രോളിയം പ്രൊഡക്ട്സ് ആണ്. ഇവിടെ വന്നിട്ട് റിഫൈൻ ചെയ്തിട്ട് പെട്രോളിയം പ്രൊഡക്ട്സ് പുറത്തേക്ക് കൊണ്ടുവരും. ഇനി ഇന്ത്യയുടെ ഓയിൽ ഇമ്പോർട്ടില് ഏറ്റവും കൂടുതൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആരാണെന്ന് നോക്കാം. ഇന്ത്യയുടെ ഓയിൽ ഇമ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് റഷ്യയാണ്. റഷ്യ എത്ര ശതമാനമാണ്? 40% എന്ന് പറയുന്നത് പഴയ കണക്കാണ്, 2024 കണക്കാണ്. ഇന്നത്തെ കണക്ക് പ്രകാരം, അല്ലെങ്കിൽ ഈ 2 മാസങ്ങളിലെ കണക്ക് പ്രകാരം 36% ഇന്ത്യ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. രണ്ടാം സ്ഥാനത്ത് ആരുണ്ട്? ഇറാഖ് ഉണ്ട്. ദെൻ സൗദി അറേബ്യ, UAE, US അങ്ങനെയുള്ളതാണ് പ്രധാനപ്പെട്ട ആളുകൾ. പ്രധാനമായിട്ടും നമ്മൾ 2 സ്ഥലത്താണ്, റഷ്യ
ആൻഡ് ഇറാഖ്. ദെൻ സൗദി അറേബ്യയും നമുക്ക് മേജർ ആയിട്ടുള്ള എണ്ണകൾ തരുന്നുണ്ട്, ക്രൂഡ് ഓയിൽസ് തരുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഒരു പെട്രോളിയം ഇമ്പോർട്ടിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ 40% അല്ലെങ്കിൽ 36% നിന്നാണ് 500% ടാക്സ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. ഇനി ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് വളരെ പ്രോബ്ലമാറ്റിക് ആവും. കാരണം പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് ഈ ഒരു എണ്ണ ഇറക്കുമതി പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്? കാരണം നമുക്കിത് 40% നമുക്ക് 20% ആക്കാനായിട്ട് പെട്ടെന്ന് പറ്റത്തില്ല. ഒരു 10 ദിവസത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈവൻ 2-3 മാസങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പോലും 50%, 40% നിന്ന് ഒരു 20%, ഒരു 50% ഡിഡക്ഷൻ സംഭവിക്കാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. ഓക്കെ, അതൊരു ലോങ് ടൈം പ്രോസസ് ആണ്. സോ ഇതിന് സമയവുമില്ല. എന്നാൽ നമ്മൾ ഈ ഒരു 500% ടാരിഫ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. മനസ്സിലായോ? സോ നിങ്ങൾക്കൊരു പെട്രോളിയം ഇമ്പോർട്ടിന്റെ ഒരു ഓവറോൾ പിക്ചർ കിട്ടിയോ? റഷ്യയിൽ നിന്നുണ്ട്, ഇറാഖിൽ നിന്നുണ്ട്. സോ ഇറാഖിൽ ഈ അടുത്ത് യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നു. സോ അതും ഒരു പ്രശ്നമാവില്ലേ? നമ്മളുടെ 20% നമ്മളുടെ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് എവിടെ നിന്നാണ്? ഇറാഖിൽ നിന്നാണ്. സോ അങ്ങനെയുള്ള ജിയോ പൊളിറ്റിക്സുകൾ എങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കുന്നത്? ഇന്ത്യ എന്തുകൊണ്ടാണ് അവിടെ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻസ് കീപ്പ് ചെയ്യുന്നത് എന്നിപ്പോ മനസ്സിലായോ? ഇന്ത്യക്ക് വേണമെങ്കിൽ ഒറ്റയടിക്ക് ഒരു നിലപാട് പ്രഖ്യാപിക്കാം. ഇന്ത്യ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. കാരണം എന്താണ്? നമുക്ക് ഈ ഡിപ്ലോമാറ്റിക് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ എക്കോണമി, നമ്മളുടെ ഇന്റഗ്രിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇതാണ് ഒരു ഓവറോൾ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ ഓയിൽസിനെ കുറിച്ചിട്ടുള്ള ഒരു ഓവറോൾ ഐഡിയ. ഓക്കെ, അപ്പോ ഇതിൽ ഒരു കാര്യം കൂടി നമുക്ക് നോക്കാനുണ്ട്. എന്താണ്? ഈ ഓയിൽസിനെ അല്ലെങ്കിൽ ഈ ഓയിൽ ഇമ്പോർട്ട് എക്സ്പോർട്ടിനെ നിയന്ത്രിക്കാനായിട്ട് ഏതെങ്കിലും ഒരു അപ്പെക്സ് ബോഡി ഉണ്ടോ? കാരണം ഓയിൽ ഇപ്പോ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിലാണെങ്കിൽ എല്ലാവരും എണ്ണ കുഴിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് എണ്ണ കുഴിക്കാനായിട്ടുള്ള സൗകര്യമില്ല, നാച്ചുറൽ റിസോഴ്സസ് ഇല്ല. സോ ഈ ഓയിൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന ആളുകൾ എന്തെങ്കിലും ഒരു അപ്പെക്സ് ബോഡി ഉണ്ടോ അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്? നിങ്ങൾ എല്ലാവരും ഇത്ര വിലയ്ക്ക് വേണം എണ്ണ വിൽക്കാനായിട്ട് എന്ന് പറയാനായിട്ട് ഒരു അപ്പെക്സ് ബോഡി ഉണ്ടോ? അപ്പെക്സ് ബോഡി ഉണ്ട്. അതിന്റെ പേരാണ് ഒപെക്, അല്ലെങ്കിൽ ഓയിൽ പ്രൊഡ്യൂസിംഗ് ആൻഡ് എക്സ്പോർട്ടിംഗ് കൺട്രീസിന്റെ ഒരു കൂട്ടം. ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നവരെ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനീസിന്റെയും കൺട്രീസിന്റെ ഒരു കൂട്ടമാണ് ഒപെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒപെക് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് 1960-ലാണ്. 1960-ൽ ആരൊക്കെയാണ്? ഇറാൻ ഉണ്ട്, ഇറാഖ് ഉണ്ട്, കുവൈറ്റ് ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, വെനിൻസുല ഉണ്ട്. ഇറാനുണ്ട്, ഇറാഖ് ഉണ്ട്. ഇറാനും ഇറാഖും നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ 20% എണ്ണ വാങ്ങുന്നത് എവിടെ നിന്നാണ്? ഇറാഖിൽ നിന്നാണ്. പിന്നെ നമുക്കറിയാവുന്ന ഒരാളുണ്ട്, നമ്മൾ എണ്ണ എപ്പോഴും വാങ്ങിക്കാറുള്ള സൗദി അറേബ്യ ഉണ്ട്. കുവൈറ്റും വെനിൻസുലയായിട്ട് നമ്മൾ എണ്ണ വാങ്ങാറുണ്ട്, തുലോം തുച്ഛമാണെന്നുള്ളൂ. വെനിൻസുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സൗത്ത് അമേരിക്കയിലെ ടോപ്പിൽ കിടക്കുന്ന ഒരു കൺട്രിയാണ് വെനിൻസുല. എവിടെയാണ് നമ്മൾ കണ്ടത്? ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ ഐലൻഡിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ വെനിൻസുലയെ കുറിച്ചിട്ട് പറഞ്ഞ ഓർക്കുന്നുണ്ട്. വെനിൻസുലയുടെ തൊട്ട് മുകളിലാണ് ഈ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ ഐലൻഡുകൾ കിടക്കുന്നത്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ ഐലൻഡ് എന്താ പ്രത്യേകത? അവിടെ ഈ അടുത്ത് പ്രധാനമന്ത്രി വിസിറ്റ് ചെയ്ത ഐലൻഡ് ആണ്, ഐലൻഡ് നേഷൻ ആണ്. അവിടുത്തെ ക്യാപിറ്റൽ എന്താണ്? ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ ക്യാപിറ്റൽ എന്താണ്? പോർട്ട് ഓഫ് സ്പെയിൻ ആണ് അവിടുത്തെ ക്യാപിറ്റൽ. എന്തിനാണ് അവിടെ വിസിറ്റ് ചെയ്തത് നമ്മളുടെ പ്രധാനമന്ത്രി? അവിടുത്തെ ഇൻഡിജീനിയസ് പോപ്പുലേഷൻ പലരും പണ്ട് ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തവരാണ്. മനസ്സിലായോ? ഈ കണക്ഷൻ കിട്ടുന്നുണ്ടോ? ഈ കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ദീർഘമായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു വന്നത് ഒപെക്കിനെ കുറിച്ചിട്ടാണ്. ഒപെക്കിൽ നിന്നാണ് നമ്മൾ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലേക്ക് വഴിതിരിഞ്ഞു പോയത്. സോ ഒപെക് എന്താണ്? ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നവരുടെയും എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രീസിന്റെയും ഒരു കൂട്ടമാണ്. സോ 1960-ലാണ് ഇങ്ങനെ ഒരു കൂട്ടം ഉണ്ടായത്. ഓക്കെ, സോ ബാഗ്ദാദ് കോൺഫറൻസിലാണ്, ഏത് കോൺഫറൻസിലാണ്? ബാഗ്ദാദ് കോൺഫറൻസിലാണ് 1960-ല് ഒപെക് നിലവിൽ വരുന്നത്. 6 കൺട്രീസ് ആണ് ഉണ്ടായിരുന്നത്: ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, സൗദി അറേബ്യ ആൻഡ് വെനിൻസുല. വെനിൻസുല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇന്നത്തെ ന്യൂസുമായിട്ട് കണക്ട് ചെയ്തു, അല്ലെങ്കിൽ കഴിഞ്ഞ വീക്കിലെ ന്യൂസുമായിട്ട് കണക്ട് ചെയ്തു. പക്ഷെ ഇതിൽ എവിടെയെങ്കിലും റഷ്യ ഉണ്ടോ ഈ ഗ്രൂപ്പിൽ? ഇപ്പൊ കറന്റ് മെമ്പേഴ്സിന് നോക്കിയേ, അൾജീരിയ ഉണ്ട്, കോങ്കോ ഉണ്ട്, ഗാബൺ ഉണ്ട്, ഇക്വറ്റോറിയൽ ഗിനിയ ഉണ്ട്, ദെൻ ഇറാഖ്, ഇറാൻ, അങ്ങനെയുള്ള സംഭവങ്ങളിൽ UAE ഉണ്ട്. ഇതിലെവിടെയും നമ്മൾ റഷ്യയെ കാണുന്നില്ല. റഷ്യ എന്താണ് ചെയ്യുന്നത്? അപ്പോ റഷ്യ ഒരു സെപ്പറേറ്റ് കൺട്രിയാണ്. ഇവര് മാത്രമാണോ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നവർ? അല്ലെങ്കിൽ ഒപെക്കിൽ ഉൾപ്പെട്ടവർ മാത്രമാണോ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നവർ? അല്ല.
ഒപ്പക്കിൽ ഉൾപ്പെടാത്ത പല കൺട്രീസും ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇതിൽ പറയുകയാണെങ്കിൽ ബഹ്റൈൻ എന്ന് പറയുന്ന സ്ഥലം ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടില്ല, മിഡിൽ ഈസ്റ്റിൽ തന്നെ. ദെൻ റഷ്യ പോലെയുള്ള കൺട്രീസ് ഇതിൽ ജോയിൻ ചെയ്തിട്ടില്ല. റഷ്യയും കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ നോൺ ഒപ്പക് മെമ്പേഴ്സിനെയും കൂട്ടിയിട്ട് മറ്റൊരു സബ്മിറ്റ് നടന്നു. ആ സബ്മിറ്റിന് പറയുന്ന പേരാണ് വിയന്ന സബ്മിറ്റ് അല്ലെങ്കിൽ വിയന്ന ഗ്രൂപ്പ് എന്ന് പറയും. സോ വിയന്ന ഗ്രൂപ്പ് 2016 വെച്ചിട്ടാണ് ഒപെക് പ്ലസ് എന്നൊരു ആശയം മുന്നോട്ട് വരുന്നത്. അതായത് ഓയിൽ പ്രൊഡ്യൂസിംഗ് ആയിട്ടുള്ള എക്സിസ്റ്റിംഗ് ഒപ്പക്കിൽ പെടുന്ന കൺട്രീസും അതുകൂടാതെ നോൺ ഒപ്പക് മെമ്പേഴ്സ് ആയിട്ടുള്ള അസർബൈജാൻ, ബഹ്റൈൻ, കസാഖിസ്ഥാൻ, മലേഷ്യ തുടങ്ങി റഷ്യ ഉൾപ്പെടെയുള്ള കൺട്രീസിനെ എല്ലാം ചേർത്തുകൊണ്ട് ഒപെക്സ് പ്ലസ് എന്ന് പറയുന്ന ഒരു ആശയം കൂടി 2016 ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഓയിൽ പ്രൊഡ്യൂസിംഗ് കൺട്രീസിന് ഒരു അപെക്സ് ബോഡി ഉണ്ട്. സോ ഇവരെന്താ ചെയ്യുന്നത്? ഇവരൊരു കാർട്ടൽ സിസ്റ്റം പോലെ പ്രവർത്തിക്കും. അതായത് വിലയെ എങ്ങനെ നിയന്ത്രിക്കണം, എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ വിലയെ നിയന്ത്രിക്കണം. സോ അതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും, എത്ര പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് ഇവർ മുന്നേ പറയും. വില കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, വില കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം. ലോക മാർക്കറ്റ്, പെട്രോളിയത്തിന്റെ ലോക മാർക്കറ്റ് ഈ ഒപെക് പ്ലസ് കൺട്രീസ് അങ്ങോട്ട് ഷെയർ ചെയ്തെടുക്കാൻ തുടങ്ങി. ഇതാണ് അവിടെ നടക്കുന്നത് ആക്ച്വലി. ഓക്കെ, അപ്പോൾ വില നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റി ക്രൂഡ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മാർക്കറ്റ് ഫെയർ മാർക്കറ്റ് അല്ലെങ്കിൽ ഫെയറബിലിറ്റി ഇൻ ദ മാർക്കറ്റ് പ്രോസസ് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒപെക്സ് പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു കൂട്ടം രൂപീകരിച്ചിരിക്കുന്നത്. മനസ്സിലായോ? സോ ഇതാണ് നമ്മളുടെ ഒരു ടോട്ടൽ ഫസ്റ്റ് ആർട്ടിക്കിൾ ഇസ് റിലേറ്റഡ് ടു ഒപെക്സിനെ കുറിച്ചിട്ട് അവിടെ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഒപെക് പ്ലസിനെ കുറിച്ചിട്ട് അവിടെ പറഞ്ഞിട്ടില്ല. നമ്മൾ റഷ്യയിൽ നിന്ന് ഇന്ത്യ പെട്രോൾ വാങ്ങുന്നതിനെ സംബന്ധിച്ചാണ്. സോ അതിനോടനുബന്ധിച്ച് നമ്മളൊരു പ്രിലിംസ് പെർസ്പെക്റ്റീവിലും മെയിൻസ് പെർസ്പെക്റ്റീവിലുമുള്ള ഒരു കാര്യം പഠിച്ചല്ലോ. എന്താണത്? ഒപെക് പ്ലസ്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ആർട്ടിക്കിളിലേക്ക് പോകാം. സെക്കൻഡ് ആർട്ടിക്കിൾ എന്താണ്? സെക്കൻഡ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഗഗൻയാൻ മിഷനുമായി ബന്ധപ്പെട്ടാണ്. അതായത് നമ്മളുടെ രാഷ്ട്രത്തിന്റെ അഭിമാനമായിട്ട് മാറിയ ശുഭാൻശു ശുക്ല ആക്സിയം 4 എന്ന് പറയുന്ന മിഷന് ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. സോ അദ്ദേഹം ഈ ഗഗൻയാൻ മിഷനിൽ പോകുന്ന 4 നമ്മളുടെ ആസ്ട്രോണറ്റ്സുമായിട്ട് 4 ആസ്ട്രോണറ്റ്സിൽ പെട്ട ഒരാളാണ് ഈ ശുഭാൻശു ശുക്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഗഗൻയാൻ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ സ്പേസ് മിഷനാണ്, അല്ലെങ്കിൽ ആളുകളെ സ്പേസിലേക്ക് എത്തിക്കുന്ന ആദ്യത്തെ മിഷനാണ് ഗഗൻയാൻ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ പെട്ട ഒരാളാണ് ഈ ശുഭാൻശു ശുക്ല. അദ്ദേഹമാണ് ഇപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ നേതൃത്വത്തിൽ, ആക്സിയം എന്ന് പറയുന്ന പ്രൈവറ്റ് കമ്പനിയുടെ നേതൃത്വത്തിൽ എങ്ങടേക്ക് പോയിരിക്കുന്നത്? ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുന്നത്. ഓക്കെ, സോ അവിടെ അദ്ദേഹം പോയത് ആക്സിയം മിഷൻ എന്നാണല്ലോ, അത് നമുക്കറിയാലോ. സോ നാസയും ആക്സിയവും ISROയും ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ചില ഗുണങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ, അതായത് നമ്മളുടെ ഗഗൻയാൻ മിഷന് അല്ലെങ്കിൽ ഇനി വരുന്ന മിഷനുകൾക്കെല്ലാം ഗുണങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. അതാണ് ഈ ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഈ എഡിറ്റോറിയൽ പോളിസിയിൽ വന്നിരിക്കുന്നത്. നമുക്കിവിടെ നോക്കേണ്ടത് ഗഗൻയാൻ മിഷൻ എന്താണ് എന്നുള്ളതാണ്. ഗഗൻയാൻ മിഷൻ എന്താണ്, അതുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് ആണ് നമുക്ക് അറിയേണ്ടത്. സോ ഇന്ത്യയുടെ ഒരു മേജർ അല്ലെങ്കിൽ ഒരു കറന്റ്ലി ഉള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് ഈ ഗഗൻയാൻ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് മിഷന്റെ ഓവർവ്യൂ? ഫസ്റ്റ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ആണ്. ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് ഹ്യൂമൻസിനെ, അതായത് ഇന്ത്യൻ നിർമ്മിത വാഹനത്തില് ഇന്ത്യയിൽ നിന്ന് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മിഷനാണ്, അല്ലെങ്കിൽ സ്പേസ് ഫ്ലൈറ്റിന് കൊണ്ടുപോകുന്ന ഒരു മിഷനാണ് എന്ത്? നമ്മളുടെ ഈ ഗഗൻയാൻ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമ്മൾ എവിടം വരെ കൊണ്ടുപോകും? ഏത് പേടകത്തിലാണ് ഇത് കൊണ്ടുപോകുന്നത്? ജിയോ സിൻക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അല്ലെങ്കിൽ GSLV Mark 3 എന്ന് പറയുന്ന വെഹിക്കിളിലാണ് നമ്മളുടെ ഈ 4 പേരെയും, ജിയോ സിൻക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആയിട്ടുള്ള GSLV Mark 3യിലാണ് നമ്മൾ ഇവരെ അങ്ങടേക്ക് കൊണ്ടുപോകുന്നത്. എവിടെ? സ്പേസിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ GSLV എന്ന് പറയുന്നത് എന്താണ്? GSLV എന്ന് പറയുന്നത് റോക്കറ്റുകൾ കൊണ്ടുപോകാനായിട്ടാണ്, അല്ലെങ്കിൽ സാറ്റലൈറ്റുകൾ ലോഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു വെഹിക്കിളാണ്. മനസ്സിലായോ? സാറ്റലൈറ്റുകൾ ലോഞ്ച് ചെയ്യാനായിട്ടുള്ള വെഹിക്കിളാണ്. പക്ഷേ ഇതിൽ ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തി. പാരന്റ് പേടകം ഏതാണ്? ഈ GSLV Mark 3 ആണ്. പക്ഷെ ഇതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഹ്യൂമൻ റേറ്റഡ്, അതായത് 4 പേർക്ക് മനുഷ്യന്മാർക്ക് കയറി പോകണമല്ലോ, അതുകൊണ്ട് നമ്മൾ ഹ്യൂമൻ റേറ്റഡ് LVM3 എന്ന് പറയുന്നത്, LVM3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഞ്ച് വെഹിക്കിൾ Mark 3 എന്നുള്ളതാണ്. പക്ഷെ അതിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് ഹ്യൂമൻ റേറ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ മെക്കാനിസം അതിൽ ഇൻക്ലൂഡ് ചെയ്തു. അതായത്
എന്തെങ്കിലും ഒരു അപകടം പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാനായിട്ടുള്ളതും ദെൻ ഒരു ഹ്യൂമൻ എൻവിറോൺമെന്റ് അല്ല, ഒരു മനുഷ്യന് ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന ഒരു ആവാസ വ്യവസ്ഥ അടങ്ങുന്ന ഓക്സിജൻ അടക്കമുള്ള കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്യവസ്ഥിതി അതിനുള്ളിൽ ഉണ്ടാക്കി. നോർമൽ പാരന്റ് വെഹിക്കിൾ ഏതാണ്? GSLV Mark 3 ആണ്. ഇന്ത്യയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പേടകമാണ്. കാരണം എല്ലാ മിഷനും, ഇന്ത്യയുടെ ഏറ്റവും മേജർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിഷൻസുകൾക്ക് എല്ലാം പോകുന്നത് ഈ Mark 3 വെഹിക്കിൾ ആണ്. GSLV Mark 3 ആണ്. GSLV Mark 3യുടെ പുതിയ പേരാണ്, അല്ലെങ്കിൽ പഴയ പേരാണ് ഈ ജിയോ സിൻക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്നതിന് ലോഞ്ച് വെഹിക്കിൾ Mark 3. Mark 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേടകം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. മനസ്സിലായോ? സോ അതിനെ ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് ഹ്യൂമൻ റേറ്റഡ് LVM-3 എന്ന് നമ്മൾ വിളിക്കുന്നു. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ എവിടെ പോകുന്നേ? ഇവര് എങ്ങടേക്കാ പോകുന്നേ? സ്പേസിലേക്കാണ്. സ്പേസിന്റെ ഏത് മേഖലയിലേക്ക്? ലോ എർത്ത് മേഖലയിലേക്കാണ് പോകുന്നത്. കാരണം സ്പേസ് സ്റ്റേഷൻ എവിടെയാണ്? ലോ എർത്ത് മേഖലയിലാണ് ഇരിക്കുന്നത്. സോ അവിടേക്കാണ് ഇവര് പോകുന്നത്. ഫസ്റ്റ് സ്പേസ് ഫ്ലൈറ്റ് ലോ എർത്ത് മേഖലയിലേക്കാണ് നമ്മൾ പോകുന്നത്. ദെൻ ഇതിൽ വേറെ എന്താണ് അറിയാനായിട്ടുള്ളത്? ഒരു ക്രൂ മൊഡ്യൂളും ഒരു സർവീസ് മൊഡ്യൂളും ഉണ്ട്. അതായത് ഞാനൊരു പിക്ചർ കാണിക്കാം. ഇതാണ് പിക്ചർ. ഈ പിക്ചറിലേക്ക് നോക്കിയേ. അതായത് ഒരു റോക്കറ്റ് വിക്ഷേപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മുകളിലേക്ക് എത്തും. ലോ എർത്ത് ഓർബിറ്റിലേക്ക് റീച്ച് ചെയ്യാനായിട്ടുള്ള സമയം 16 മിനിറ്റിൽ റീച്ച് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും? ഈ ക്രൂ മൊഡ്യൂളും ഈ സർവീസ് മൊഡ്യൂളും രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യും. ഇവിടെ 6 എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ നിങ്ങൾ? 6. അവിടെ എന്താ സംഭവിക്കുന്നത്? അതായത് മുകളിൽ എത്തിയതിനു ശേഷം എന്ത് സംഭവിക്കുന്നു? ഈ ക്രൂ മൊഡ്യൂളിലും സർവീസ് മൊഡ്യൂളും രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ, രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? ക്രൂ മൊഡ്യൂളിൽ ആരുണ്ട്? ക്രൂ മൊഡ്യൂളിൽ ഈ 4 ശാസ്ത്രജ്ഞന്മാരുണ്ട്, സയന്റിസ്റ്റുകളുണ്ട് നമ്മളുടെ, അല്ലെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരാണ് അവര്. പെർട്ടിക്കുലർലി അവര് 4 പേരുണ്ട്. അവർ 4 പേരെ നോക്കിയിട്ട് ഈ സർവീസ് മൊഡ്യൂള് പിൻവാങ്ങും, അല്ലെങ്കിൽ സർവീസ് മൊഡ്യൂള് പുറത്തേക്ക് പോകും. പിന്നെ ഈ ക്രൂ മൊഡ്യൂളാണ് തിരിച്ചു വരുന്നത്. ക്രൂ മൊഡ്യൂൾ തിരിച്ചു വന്ന് എവിടെ പതിക്കും? നമ്മളുടെ അറബിക്കടലില് പതിക്കും. എങ്ങനെ? പാരച്യൂട്ടിന്റെ സഹായത്തോട് കൂടിയിട്ട്. ഇതാണ് ഈ ടോട്ടൽ മിഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓവറോൾ പിക്ചർ. മനസ്സിലായോ? സോ എങ്ങനെയാണ്? ക്രൂ മൊഡ്യൂൾ ഉണ്ട്, സർവീസ് മൊഡ്യൂൾ ഉണ്ട്, ക്രൂ എസ്കേപ്പ് സിസ്റ്റം കൂടി ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രൂ എസ്കേപ്പ് സിസ്റ്റം കൂടി ഇതിൽ ഇൻക്ലൂഡഡ് ആക്കി വെച്ചിട്ടുണ്ട്. സോ ഇത് നമ്മൾ പരീക്ഷിക്കുമ്പോൾ ഈ ഗഗൻയാൻ മിഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മൾ പരീക്ഷിക്കുമ്പോൾ എന്താ ചെയ്യുക? ആദ്യമായിട്ട് തന്നെ ഇവരെ എല്ലാവരെയും ഇരുത്തിയിട്ട് അങ്ങോട്ട് ഒരു പേടകം വിക്ഷേപിക്കും? ഇല്ല. ഇതിനൊരു 3 സ്റ്റേജസ് ഉണ്ട്. ആദ്യത്തെ സ്റ്റേജിൽ ഇവർക്ക് പല പരിശീലനങ്ങളും നൽകും. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അൺമാൻഡ് ആയിട്ടുള്ള ഒരു മിഷൻ നമ്മൾ കൊടുത്തുവിടും. അതായത് വിതൗട്ട് ക്രൂ ഒരു മിഷൻ പോകും. ദെൻ ഒരു മാൻഡ് മിഷൻ, അതായത് ഒറിജിനൽ മാനെ നമ്മൾ വെക്കില്ല, പകരം ഒരു റോബോട്ടിനെ നമ്മൾ വെക്കും. ആ റോബോട്ടിന്റെ പേരാണ്, അല്ലെങ്കിൽ ആ മിഷന്റെ പേരാണ് വ്യോമമിത്ര മിഷൻ. അല്ലെങ്കിൽ വ്യോമമിത്ര എന്ന് പറയുന്ന ഒരു റോബോട്ടിനെയാണ് ഈ ഒരു മിഷൻ പുറത്തേക്ക് വിടാനായിട്ട് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ഈ വ്യോമമിത്രയ്ക്ക് മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും മിമിക് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റികൾ ഉണ്ട്. ഈവൻ ഡയലക്റ്റുകൾ പോലും മിമിക് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ ഒരു റോബോട്ടാണ് ഈ വ്യോമമിത്ര എന്ന് പറയുന്നത്. വ്യോമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശം, ആകാശത്തിന്റെ മിത്രം, അങ്ങനെയാണ് ആ പേര് വരുന്നത്. സോ വ്യോമമിത്ര എന്ന് പറയുന്ന ഈ ഒരു റോബോട്ട് എന്ത് ചെയ്യും? രണ്ടാമത്തെ മിഷനില്ല, അല്ലെങ്കിൽ രണ്ടാമത്തെ അൺമാൻഡ് മിഷനിൽ പോകും. സോ വ്യോമമിത്ര മിഷൻ എന്നാണ് അത് പെർട്ടിക്കുലർലി അറിയപ്പെടുന്നത്. അതും പോയി സക്സസ്ഫുൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് മൂന്നാമത്തെ മാൻഡ് മിഷൻ പോകുന്നത്. സോ 3 ആസ്ട്രോനോട്ട്സിനെ നമ്മൾ ഈ മിഷനിൽ കൊണ്ടുപോകും. സോ 3 ആസ്ട്രോനോട്ടിനെ നമ്മൾ ഈ മിഷനിൽ കൊണ്ടുപോകും. ഇതാണ് നമ്മളുടെ ഒരു ഗഗൻയാൻ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോട്ടൽ ഓവർലുക്ക്, അല്ലെങ്കിൽ ടോട്ടൽ ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ വ്യോമമിത്ര മിഷൻ എന്താണ്? വ്യോമമിത്ര മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗഗൻയാൻ മിഷനിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന ഒരു മിഷൻ തന്നെയാണ്. അതിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ ഒരു റോബോട്ടിനെ, വ്യോമമിത്ര എന്ന് പേരുള്ള ഒരു റോബോട്ടിനെ നമ്മൾ സ്പേസിലേക്ക് അയക്കും. സോ എന്താണ് അവിടെ നടക്കുന്നത് എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും സെക്യൂരിറ്റി ബ്രീച്ചുകൾ ഉണ്ടോ, അല്ലെങ്കിൽ സിസ്റ്റത്തിന് എന്തെങ്കിലും തകരാറുകളുണ്ടോ, അതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ടോട്ടലി വ്യോമമിത്രയെ നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവർ 4 പേരുമാണ് നമ്മളുടെ ഗഗൻയാൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഓർ പ്രശാന്ത് നായർ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ ആൻഡ് അങ്കദ് പ്രതാപ്, ശുഭാൻശു ശുക്ലയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ നിങ്ങൾക്കറിയോ? നമ്മളുടെ സിനിമാ നടി ലെനയുണ്ടല്ലോ, ലെനയുടെ ഭർത്താവാണ് ഈ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ.
ദെൻ അജിത് കൃഷ്ണൻ എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പ് ക്യാപ്റ്റനും അങ്കദ് പ്രതാപ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ക്യാപ്റ്റൻ. സോ ഇവരെല്ലാവരും ആരാണ്? ഇവരുടെ ഡെസിഗ്നേഷൻ നോക്കി, ഗ്രൂപ്പ് ക്യാപ്റ്റൻ, 3 ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരും ഒരു വിങ് കമാൻഡറും. സോ 4 പേരും ഇന്ത്യൻ എയർഫോഴ്സിന്റെ അവിഭാജ്യ ഘടകങ്ങളായിട്ടുള്ള ആളുകളാണ്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മളുടെ സദേൺ എയർ കമാൻഡ് ഒക്കെ ഭരിക്കുന്ന ആ ഒരു പോസ്റ്റാണ് ഈ ഗ്രൂപ്പ് ക്യാപ്റ്റന്റെ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗ്രൂപ്പ് ക്യാപ്റ്റൻ, ദെൻ വിങ് കമാൻഡർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എയർഫോഴ്സിലുള്ള ഡിഫറെന്റ് പോസ്റ്റുകളാണ് ഈ വിങ് കമാൻഡർ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ, അങ്ങനെ പറഞ്ഞ പോസ്റ്റുകൾ. സോ ഇവർ 4 പേരും നമ്മളുടെ എയർഫോഴ്സിന്റെ അംഗങ്ങളാണ്, ഇന്ത്യൻ എയർഫോഴ്സിന്റെ അംഗങ്ങളാണ്. സോ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു പ്രസ്റ്റീജിയസ് പ്രോഗ്രാം കൂടിയാണ് അവർ 4 പേരും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രസ്റ്റീജിയസ് പ്രോഗ്രാമാണ്. സോ നമുക്ക് മെയിൻസ് ആൻസർ റൈറ്റിംഗ് ഒക്കെ എഴുതുമ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. എന്താണ് ഇന്ത്യൻ എയർഫോഴ്സ് ചെയ്യുന്നത്? ഇപ്പോ ഇന്ത്യൻ എയർഫോഴ്സ് ആകാശത്തിൽ നിന്ന് മാറിയിട്ട് സ്പേസിലേക്കുള്ള ഒരു യാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? സോ അങ്ങനെയൊക്കെ നമുക്ക് വെൽ ഇൻഫോംഡ് ആയിട്ട് ആൻസറുകൾ എഴുതാനായിട്ട് നമുക്ക് പറ്റണം. ഓക്കെ, സോ നമ്മൾ ഈ ഗഗൻയാൻ മിഷനെ കുറിച്ചിട്ട് നോക്കി. ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. ഞാൻ ഇവിടെ ഒരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. എന്താണ് ഈ ലോ എർത്ത് ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെ ചില സംശയങ്ങളുണ്ടാവും. ഈ ലോ എർത്ത് ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ ഈ സംഭവം? അതായത് സ്പേസിനെ, അല്ലെങ്കിൽ നമ്മളുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിന് പുറത്തുള്ള സ്ഥലമാണല്ലോ ഈ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അന്തരീക്ഷത്തിന് പുറത്തുള്ള സ്ഥലം, അതിനെയാണല്ലോ സ്പേസ് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ സാറ്റലൈറ്റുകളും കാര്യങ്ങളും ഭൂമിയെ കുറിച്ച് പഠിക്കാനായിട്ട് റോക്കറ്റുകളൊക്കെ വിക്ഷേപിക്കുന്നതും. അവിടെയാണ് സാറ്റലൈറ്റുകളും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, GPS സാറ്റലൈറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇന്ത്യയുടെ പല പല സാറ്റലൈറ്റുകൾ ആയി കഴിഞ്ഞാലും സ്ഥിതി ചെയ്യുന്നത് ഈ സ്പേസിലാണ്, അറ്റ്മോസ്ഫിയറിന് പുറത്തുള്ള സ്ഥലം. ഈ അറ്റ്മോസ്ഫിയറിന് പുറത്തുള്ള സ്ഥലത്തെ പല രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പല രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതില് നമ്മളുടെ ഈ അറ്റ്മോസ്ഫിയറിന് പുറത്തുള്ള സ്പേസിനെ നമ്മൾ പല രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതില് ഓൾട്ടിറ്റ്യൂഡിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. സോ ഈ ഓർബിറ്റ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. എന്താണ് ഈ ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓർബിറ്റ് മീൻസ് ഭ്രമണ പദം. അതായത് ഒരു വസ്തു മറ്റൊരു വസ്തുവിനെ ഭ്രമണം ചെയ്യുന്നു, ചുറ്റിക്കറങ്ങുന്നു. അതിന് ഒരു പാതയുണ്ടാവും. ഫോർ എക്സാമ്പിൾ, സൂര്യനെ ഭൂമി ചുറ്റുന്നത് എന്തിലാണ്? ഒരു ഓർബിറ്റിലാണ്, അല്ലെങ്കിൽ ഒരു ഭ്രമണപഥത്തിലാണ്. അങ്ങനെ എല്ലാ പ്ലാനറ്റുകൾക്കും ഒരു ഭ്രമണപഥമുണ്ട്. ദെൻ പ്ലാനറ്റുകളെ സർക്കിൾ ചെയ്യുന്ന അല്ലെങ്കിൽ റിവോൾവ് ചെയ്യുന്ന എന്തിന്? മൂണുകൾക്ക്, ദെൻ സാറ്റലൈറ്റുകൾക്ക്, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഭ്രമണപഥമുണ്ട്. ഭ്രമണപഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോകുന്ന പാത്ത്. ഇപ്പൊ സാറ്റലൈറ്റ് പോകുന്ന പാത്തിനെയാണ് ഈ ഓർബിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭ്രമണപഥം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഓർബിറ്റുകളെ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യും? ഓർബിറ്റുകളെ നമ്മൾ ഓൾട്ടിറ്റ്യൂഡിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓർബിറ്റുകളെ ഓൾട്ടിറ്റ്യൂഡിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ എക്സെൻട്രിസിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ്. ഈ എക്സെൻട്രിസിറ്റി ഓഫ് എലിപ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നിങ്ങൾ ഒരു വട്ടം വരച്ചു, ആ ഒരു പെർഫെക്റ്റ് സർക്കിൾ അല്ലാതെ വരുന്നതിനെയാണ് ഈ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. അതായത് അത് ചിലപ്പോ ഒരു ഓവൽ ഷേപ്പിലായിരിക്കാം. സോ എക്സെൻട്രിസിറ്റി കൂടുതലാണ്. സോ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി 0 ആയിരിക്കണം. സർക്കിൾ അല്ലാതെ വരുന്നതെല്ലാം എക്സെൻട്രിസിറ്റി ഉള്ളതാണ്. സോ എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീവിയേഷൻ ഫ്രം എ പെർഫെക്റ്റ് സർക്കിൾ. സോ ഭ്രമണപഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ്? പെർഫെക്റ്റ് സർക്കിളിലാണോ ഭൂമി സൂര്യനെ ചുറ്റുന്നത്? അല്ല, ഒരു ഓർബിറ്റിലാണ്, എക്സെൻട്രിസിറ്റി കൂടുതലാണ്. മനസ്സിലായോ? അങ്ങനെ മിക്ക സാറ്റലൈറ്റുകളും, എല്ലാ സാറ്റലൈറ്റുകളും നമ്മളുടെ ഭൂമിയെ ആയി കഴിഞ്ഞാലും ഏതെങ്കിലും ഗ്രഹങ്ങളെ ആയി കഴിഞ്ഞാലും ചുറ്റുന്നത് എന്ത് വെച്ചിട്ടാണ്? ഈ എക്സെൻട്രിസിറ്റിക് ഓർബിറ്റിലൂടെയാണ്. അതിന് എക്സെൻട്രിസിറ്റി കൂടിയതിന് എലോങ്ങേറ്റഡ് പാത്ത് ആയിരിക്കും ഉണ്ടാവുക. എക്സെൻട്രിസിറ്റി കുറഞ്ഞതിനോ എലോങ്ങേഷൻ കുറഞ്ഞായിട്ട് നിയറർ ആയിട്ടുള്ള ഒരു പാത്ത് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഡിഫറെന്റ് സെക്ടറിൽ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യാറുണ്ട്. എന്തിനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? നമ്മൾ കൺഫ്യൂഷൻ ആയോ? കൺഫ്യൂഷൻ ആവരുത്. അതായത് ഓർബിറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഓർബിറ്റിനെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞപ്പോഴാണ് ഈ ഡിസ്കഷൻ തുടങ്ങിയത്? മറന്നുപോയിട്ടുണ്ടാവും. എന്ത് പറഞ്ഞപ്പോഴാണ് ഈ ഡിസ്കഷൻ തുടങ്ങിയത്?
ലോ എർത്ത് ഓർബിറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഡിസ്കഷൻ തുടങ്ങിയത്. അതായത് സ്പേസിലെ ഓർബിറ്റുകളുടെ സ്ഥലങ്ങളെ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഈ ലോ എർത്ത് ഓർബിറ്റ് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഭ്രമണപഥം. സോ ഓരോ വസ്തുവും മറ്റൊരു വസ്തുവിനെ ചുറ്റുന്നത് ഒരു ഭ്രമണപഥത്തിലൂടെയാണ്. ഭൂമി സൂര്യനെ ചുറ്റുന്നു, അതൊരു ഭ്രമണപഥത്തിലൂടെയാണ്. ആ ഒരു ഭ്രമണപഥങ്ങളെ, പുറത്തുള്ള ഒരു വസ്തുവിന്റെ, സ്പേസിലുള്ള ഒരു വസ്തുവിന്റെ ഭ്രമണപഥങ്ങളെ എങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യും? നമ്മൾ ഓൾട്ടിറ്റ്യൂഡിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഉയരം കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഡിഫറെന്റ് കാറ്റഗറി ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അല്ലെങ്കിൽ എക്സെൻട്രിസിറ്റി, അതായത് ഈ എലോങ്ങേറ്റഡ് പാത്തിനെ അനുസരിച്ച് കൂടുതൽ എലോങ്ങേറ്റ് ചെയ്തതിന് എക്സെൻട്രിസിറ്റി കൂടുതലായിരിക്കും. അങ്ങനെ എക്സെൻട്രിസിറ്റിയുടെ ബേസിസിൽ നമ്മൾ ഡിവൈഡ് ചെയ്യും. പിന്നെ ഇൻക്ലിനേഷനെ ബേസ് ചെയ്തുകൊണ്ട്, ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചരിവ്. ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ചരിവ്. ചരിവിനെ ബേസ് ചെയ്തുകൊണ്ട്, സ്ലോപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് രീതിയിലുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ലൈക്ക് നമ്മളുടെ ഓർബിറ്റിലെ സാറ്റലൈറ്റ് ഭൂമിയുടെ അതേ ദിശയിലാണ് കറങ്ങുന്നതെങ്കിൽ പ്രോഗ്രേഡ് സാറ്റലൈറ്റ് എന്നും, എതിർ ദിശയിലാണ് കറങ്ങുന്നതെങ്കിൽ മറ്റൊരു പേരുമാണ് വിളിക്കുന്നത്, റെട്രോഗ്രേഡ് സാറ്റലൈറ്റ് എന്നും അങ്ങനെ എന്തോ വിളിക്കുന്നതെന്ന് തോന്നുന്നു. സോ അങ്ങനെ ഡിഫറെന്റ് രീതിയിൽ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യും. എന്തിനെ? നമ്മളുടെ ഓർബിറ്റുകളെ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിവിഷനാണ് ഈ ഓൾട്ടിറ്റ്യൂഡിന്റെ ബേസിസിൽ. ഓൾട്ടിറ്റ്യൂഡിന്റെ ബേസിസിലാണ് നമ്മൾ ഈ ലോ എർത്ത് ഓർബിറ്റ്, മീഡിയം എർത്ത് ഓർബിറ്റ് ആൻഡ് ഹൈ എർത്ത് ഓർബിറ്റ് എന്ന് പറയുന്നത്. ലോ എർത്ത് ഓർബിറ്റ്, മീഡിയം എർത്ത് ഓർബിറ്റ്, ഹൈ എർത്ത് ഓർബിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ലോ എർത്ത് ഓർബിറ്റ് എന്ന് പറയുമ്പോൾ എത്രയാ വരിക? ലോ എർത്ത് ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി 1000 കിലോമീറ്റർ, പെർട്ടിക്കുലർലി പറയുമ്പോൾ 2000 കിലോമീറ്റർ വരെ ലോ എർത്ത് ഓർബിറ്റ് ആയിട്ട് കണക്കാക്കും. അതായത് ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിന് ശേഷം ഒരു 1000 കിലോമീറ്റർ ടു 2000 കിലോമീറ്റർ വരെ എന്താണ്? ലോ എർത്ത് ഓർബിറ്റ് ആണ്. മനസ്സിലായോ? ലോ എർത്ത് ഓർബിറ്റ് ആണ്. ലോ എർത്ത് ഓർബിറ്റിൽ എന്താ ചെയ്യുക? ഒരു സാറ്റലൈറ്റ് പോയി കഴിഞ്ഞാൽ നോർമലി നമ്മളുടെ ഈ മേഘങ്ങളെ കുറിച്ച് പഠിക്കുന്ന, അല്ലെങ്കിൽ വെതേഴ്സിനെ, ക്ലൈമറ്റിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന സാറ്റലൈറ്റുകൾ പൊസിഷൻ ചെയ്യുന്നത് എവിടെയാണ്? ഈ ലോ എർത്ത് ഓർബിറ്റിലാണ്. ഓക്കെ, മീഡിയം എർത്ത് ഓർബിറ്റ്. മീഡിയം എർത്ത് ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 മുതൽ 35,000 കിലോമീറ്റർ വരെയുള്ള എല്ലാ സ്ഥലങ്ങളും, അതായത് ആ ഓൾട്ടിറ്റ്യൂഡ് വരെ 35,000 കിലോമീറ്റർ വരെ ഹൈ എർത്ത് ഓർബിറ്റ് ആണ്. ഹൈ എർത്ത് അല്ല, മീഡിയം എർത്ത് ഓർബിറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. GPS സാറ്റലൈറ്റുകൾ ഇരിക്കുന്നത് ഈ മീഡിയം എർത്ത് ഓർബിറ്റ് ആണ്. മീഡിയം എർത്ത് ഓർബിറ്റിൽ എന്തിനാ ഇത് കൊണ്ടുപോയി വെക്കുന്നത്? കുറച്ചും കൂടി വിപുലമായിട്ട്, കുറച്ചും കൂടി, അതായത് ദൂരം കൂടുന്തോറും കുറച്ചും കൂടി നമുക്ക് ദൂരത്തിൽ കാണാനായിട്ട് സാധിക്കുമല്ലോ, വ്യക്തമായിട്ട് കാണാൻ സാധിക്കുമല്ലോ. മനസ്സിലായോ? ഇപ്പൊ ലോ എർത്ത് ഓർബിറ്റിൽ വെക്കുന്ന ഒരു സാറ്റലൈറ്റിന് എന്താ പ്രത്യേകത? കുറച്ച് സ്ഥലം, ഭൂമിയുടെ ലോ എർത്ത് ഓർബിറ്റിലാണ് വെക്കുന്നതെങ്കിൽ ഭൂമിയുടെ കുറച്ച് സ്ഥലം മാത്രമേ അത് കവർ ചെയ്യത്തുള്ളൂ. മീഡിയം എർത്ത് ഓർബിറ്റിലാണെങ്കിലോ കുറച്ചും കൂടി ലാർജർ ഏരിയ അത് കവർ ചെയ്യും. ഹൈ എർത്ത് ഓർബിറ്റിലാണെങ്കിൽ എന്ത് ചെയ്യും? ഹൈ എർത്ത് ഓർബിറ്റിലാണെങ്കിൽ ഇത് കുറച്ചും കൂടി വലിയ ഏരിയ, ഫോർ എക്സാമ്പിൾ ഭൂമിയും അതിന് ചുറ്റിപ്പറ്റിയുള്ള സാധനങ്ങളെ കൂടി കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ഹൈ എർത്ത് ഓർബിറ്റിന്റെ സ്ഥലങ്ങൾ. ഹൈ എർത്ത് ഓർബിറ്റ് എന്ന് പറയുമ്പോൾ 36,000 കിലോമീറ്ററിന് മുകളിലുള്ള എല്ലാ സ്പേസും ഹൈ എർത്ത് ഓർബിറ്റ് ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ ലോ എർത്ത് ഓർബിറ്റ്, ഹൈ എർത്ത് ഓർബിറ്റ്, മീഡിയം എർത്ത് ഓർബിറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഇനി നമ്മളുടെ ക്വസ്റ്റിനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ അല്ല, നമ്മളുടെ വാർത്തയിലേക്ക് വരാം. വാർത്തയിൽ എന്താ പറഞ്ഞേ? ഗഗൻയാൻ മിഷൻ എങ്ങടേക്കാണ് കൊണ്ടുപോകുന്നേ? ലോ എർത്ത് ഓർബിറ്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ നമുക്ക് അവിടെ എന്ത് മനസ്സിലാവണം? ലോ എർത്ത് ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാവണം മാക്സിമം 2000 കിലോമീറ്റർ മാത്രമേ പോകുന്നുള്ളൂ, മീഡിയം എർത്ത് ഓർബിറ്റിലേക്ക് പോകുന്നില്ല. ഒരു കാര്യം കത്തിയല്ലോ. ലോ എർത്ത് ഓർബിറ്റ് എന്താണ്? മാക്സിമം 2000 കിലോമീറ്റർ വരെ പോകുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം GPS ഇരിക്കുന്നതിന് താഴെയാണോ മുകളിലാണോ? തീർച്ചയായിട്ടും താഴെയാണ്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം GPS ഇരിക്കുന്നത് എവിടെയാണ്? GPS സാറ്റലൈറ്റ്സ് ഇരിക്കുന്നത് എവിടെയാണ്? മീഡിയം എർത്ത് ഓർബിറ്റിലാണ് ഈ GPS പൊസിഷൻ ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? സോ ലോ എർത്ത് ഓർബിറ്റ് എന്താണ്? 2000 കിലോമീറ്റർ വരെ. ദെൻ 2000 മുതൽ 35,000 വരെ എന്താണ്? മീഡിയം എർത്ത് ഓർബിറ്റ്. ദെൻ 35,000 മുതൽ 36,000 മുതൽ മുകളിലേക്ക് വരുമ്പോൾ ഹൈ എർത്ത് ഓർബിറ്റുകളാണ്. സോ ഈ ലോ എർത്ത് ഓർബിറ്റുകളിലേക്ക് ഒരു സാറ്റലൈറ്റ് കൊണ്ടുപോകാനായിട്ട് ചെറിയ വാഹനങ്ങൾ പോരെ നമുക്ക്? മതി. കാരണം 2000 കിലോമീറ്റർ അല്ലേ പോകുന്നുള്ളൂ, മാക്സിമം 2000 കിലോമീറ്ററേ പോകുന്നുള്ളൂ. സോ ഈ 2000 കിലോമീറ്റർ പോകാനായിട്ട് ഈ പല വാഹനങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. അതായത് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളുകൾ ഉണ്ട്. സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയും, അല്ലെങ്കിൽ GSLV Mark 1, TSLV എന്ന് പറയും, പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നൊക്കെ പറയുന്ന വെഹിക്കിളുകൾ നമുക്കുണ്ട്. ഓക്കെ,
ദെൻ ഹയർ ഓർബിറ്റിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു. മൂന്നാമത്തെ ആർട്ടിക്കിളിലേക്ക് പോകാം. മൂന്നാമത്തെ ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു നമ്മളുടെ ജമ്മു കാശ്മീരിലെ ടെററിസം കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ലോക്കലൈസ്ഡ് അപ്രോച്ച് വേണം എന്ന് പറയുന്ന ഒരു ചെറിയ ആർട്ടിക്കിളാണ് ഈ ഓപ്പൺ എഡിറ്റോറിയൽ ഭാഗത്ത് വന്നിരിക്കുന്നത്. അത് നമുക്കൊന്ന് ബ്രീഫ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പോകാം. ഇവിടെ ഇദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആന്റി ടെററിസം ഇത് മെഷേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവരികയല്ല വേണ്ടത്. ജമ്മു കാശ്മീരിനും അല്ലെങ്കിൽ പ്രത്യേകിച്ച് എല്ലാ ബോർഡർ സ്റ്റേറ്റുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. അവിടുത്തെ ആളുകൾക്ക് കൂടുതൽ ഇൻഫോർമേഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾക്ക് ഒരു പ്രയോറിറ്റി ഉണ്ടാവും. പുറത്തുനിന്ന് ഒരു ഉദ്യോഗസ്ഥൻ അവിടെ വന്ന് അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് പകരം അവിടെ തന്നെയുള്ള ആളുകൾ, അതായത് അവിടുത്തെ ലോക്കൽ പോലീസ്, അങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതൽ ഇൻഫോർമേഷൻസ് അവിടെ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ആ ഒരു കാര്യങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇന്റലിജൻസ് മെക്കാനിസംസ് കൂടുതൽ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ പെഹൽഗാമിൽ സംഭവിച്ചതുപോലെയുള്ള അറ്റാക്കുകൾ ഇനി സംഭവിക്കാതിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള അറ്റാക്കുകളെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് ഈ പെർട്ടിക്കുലർ ഓപ്പൺ എഡിറ്റോറിയലിലൂടെ ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. സോ കറന്റ് സിറ്റുവേഷൻ എന്താണ് ജമ്മു ആൻഡ് കാശ്മീരിലെ? ജമ്മു ആൻഡ് കാശ്മീരിലെ അത്ര വലിയ ജനാധിപത്യമായിട്ടുള്ള സിറ്റുവേഷൻ അല്ല. അതായത് പഞ്ചായത്തുകളുടെ ഭരണങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. അതൊരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറിയിരിക്കുകയാണ്. സ്റ്റേറ്റിൽ നിന്ന് മാറിയിട്ട് ഒരു യൂണിയൻ ടെറിട്ടറി. അവിടെ ഒരു ലഫ്റ്റനന്റ് ഗവർണർ ഉണ്ട്. ദെൻ ഈ അടുത്ത് മാത്രമാണ് ലഡാക്ക് അടക്കമുള്ള സ്ഥലങ്ങളിൽ എന്ത് നടന്നേ, CM അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ നടന്നേ. സോ ആർട്ടിക്കിൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജമ്മു ആൻഡ് കാശ്മീർ പ്രദേശത്ത് ഉണ്ടായിരുന്നവര് പെർട്ടിക്കുലർലി കൾച്ചറലി ഈ ലോക്കൽ ഗവൺമെന്റ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നവരാണ്. അതായത് അവിടെ ലോക്കൽ ഗവൺമെന്റ് സിസ്റ്റം ഉണ്ടായിരുന്നപ്പോൾ അവിടെ ഇങ്ങനെയുള്ള ഇന്റലിജൻസ് വീഴ്ചകളൊക്കെ കുറവായിരുന്നു. കാരണം അവർക്ക് കൂടുതൽ ഇൻഫോർമേഷൻസ് കിട്ടുമായിരുന്നു. ആർക്ക്? ഈ ലോക്കൽ ഗവൺമെന്റ്സിനെ നയിക്കുന്ന അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെന്റിനെ നയിക്കുന്ന പഞ്ചായത്താണെങ്കിലും മൊഹല്ലകളാണെങ്കിലും അല്ലെങ്കിൽ സർപഞ്ച് എന്ന് പറയുന്ന ആളുകളാണെങ്കിലും ഇവർക്കൊക്കെ ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസും ആളുകളെ പെട്ടെന്ന് മനസ്സിലാക്കുവാനായിട്ടും സാധിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള സിസ്റ്റങ്ങളൊക്കെ തകർന്നു കഴിഞ്ഞപ്പോൾ ലോക്കൽ പോലീസ് അവിടെ നിന്ന് മാറി, ലോക്കൽ സിസ്റ്റങ്ങൾ മാറി, മീൻസ് പഞ്ചായത്ത് പോലെയുള്ള സിസ്റ്റങ്ങൾ അവിടെ പ്രവർത്തിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ പുറത്തു നിന്നുള്ള ആളുകളെ അവിടുത്തെ സിസ്റ്റം റണ്ണ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നു. അതായത് ഫോർ എക്സാമ്പിൾ പുറത്തു നിന്നൊരു IAS ഓഫീസർ ആയിരിക്കും അവിടെ വന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഭരണങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തിന് അവിടുത്തെ ലോക്കൽ ഇൻഫോർമേഷൻസ് എത്രത്തോളം കളക്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നുകൊള്ളണമെന്നില്ല. ഓക്കെ, സോ ഇദ്ദേഹം ചെയ്യേണ്ടത് ഒരു നേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബ്രോഡ് വ്യൂവിലല്ല നമ്മൾ ഇതിനെ കാണേണ്ടത്. പകരം എങ്ങനെയാണ്? ഒരു ബേർഡ് ഐ വ്യൂവിലാണ്, അല്ലെങ്കിൽ ലോക്കലൈസേഷൻ ആണ് ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സോ പ്രത്യേകിച്ച് പറയുന്നത് എന്താണ്? ഇലക്ടഡ് റെപ്രസെന്റേറ്റീവിന്റെ കാര്യം, ദെൻ ലോക്കൽ പോലീസുകൾ, അതായത് തനാ സിസ്റ്റം പോലെ ഉള്ള കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. തന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ പോലീസിന്റെ ഒരു സിസ്റ്റത്തെയാണ് ഈ തനാ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇത് പണ്ട് മുതലേ ഇപ്പൊ ബ്രിട്ടീഷ് കാലഘട്ടങ്ങളിൽ മുതലേ നിലനിന്നിരുന്ന ഒരു സിസ്റ്റമാണ് ഈ തനാ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലോർഡ് കോൺവാലിസ് വന്നു കഴിഞ്ഞപ്പോൾ, ലോർഡ് കോൺവാലിസ് 1792 ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ തനാ സിസ്റ്റത്തെ ഒന്ന് പുനർക്രമീകരിച്ചു. അതായത് ബ്രിട്ടീഷുകാർ ഭരിക്കുന്നതിന് പകരം ഇന്ത്യൻ ലോക്കൽസ് തന്നെ നമ്മളുടെ പോലീസ് സിസ്റ്റം കൈകാര്യം ചെയ്യട്ടെ, ലോക്കൽ പോലീസ് സിസ്റ്റം കൈകാര്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റമാണ് ഈ തനാ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ബ്രിട്ടീഷുകാര് അങ്ങനെ ഒരു സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി. അതുപോലെ ജമ്മു ആൻഡ് കാശ്മീർ ഏരിയകളിലാണെങ്കിലും മറ്റുള്ള ഏരിയാസിലാണെങ്കിലും ഈ ലോക്കൽ പവേഴ്സിന്റെ അല്ലെങ്കിൽ ലോക്കൽ ഇൻഡിവിജ്വൽസിന്റെ പവർ നമ്മൾ മനസ്സിലാക്കിയിട്ട് തനാ സിസ്റ്റം പോലെയുള്ളതെല്ലാം കുറച്ചും കൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത്. സോ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ആർട്ടിക്കിളിൽ നിന്ന് എടുക്കാനായിട്ടില്ല. നമുക്കൊന്ന് ചെറുതായിട്ട് മാത്രം ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നുള്ളൂ. ഓക്കെ, so the fourth article is related to Central Armed Police Force in India. Central Armed Police Force-നെ കുറിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് അല്ല, CISF-നെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ഈ പെർട്ടിക്കുലർ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ആരാണ് ഈ CISF എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? CISF ജവാന്മാരെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവർ ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്?
അതായത് ഇന്ത്യയുടെ സെക്യൂരിറ്റി എങ്ങനെയാ പ്രവർത്തിക്കുന്നത് എന്നാണ് നമ്മൾ ഈ പെർട്ടിക്കുലർ ഡിസ്കഷനിലൂടെ നോക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ സെക്യൂരിറ്റി. സോ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് ഒരു പോലീസ് ഉണ്ട്. പോലീസ് ആരുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? സംസ്ഥാനങ്ങളുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. വിച്ച് മീൻസ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിലാണ് പോലീസ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും അമിത്ഷാ വന്നിട്ട് നമ്മളുടെ പോലീസിനെ കുറിച്ചിട്ട് കുറ്റം പറയുന്നതോ അല്ലെങ്കിൽ പോലീസിന് ഒരു ഓർഡർ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. അവിടെ ഓർഡർ കൊടുക്കാൻ ആരുണ്ട്? പിണറായി വിജയൻ ഉണ്ട്. സോ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന ഒരു കാര്യമാണ് ഈ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ സംസ്ഥാനങ്ങൾക്ക് എന്തുണ്ട്? പോലീസ് ഉണ്ട്. ഈ പോലീസിന് കീഴിൽ അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന് എന്തൊക്കെ സിസ്റ്റം ഉണ്ടാവും സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്? എക്സ്റ്റേണൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ത്രെറ്റിനെ തടയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്? മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഉണ്ട്. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഉണ്ട്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിൽ ആരൊക്കെയുണ്ട്? നേവി ഉണ്ട്, എയർഫോഴ്സ് ഉണ്ട്, ആർമി ഉണ്ട്. നമുക്കറിയാവുന്ന കാര്യം മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. പക്ഷേ നമ്മളുടെ മിനിസ്ട്രിയിൽ, സെൻട്രൽ മിനിസ്ട്രിയിൽ വേറൊരാൾ കൂടി ഉണ്ടല്ലോ, അമിത്ഷാജി. അമിത്ഷാജി എന്താ കൈകാര്യം ചെയ്യുന്നത്? ഹോം മിനിസ്ട്രിയാണ് കൈകാര്യം ചെയ്യുന്നത്. എന്ത് മിനിസ്ട്രിയാണ്? ആഭ്യന്തര കാര്യമന്ത്രിയാണ് അമിത്ഷാജി. അമിത്ഷാ അപ്പോ ഈ പോലീസ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും എക്സ്റ്റേണൽ മിനിസ്ട്രി അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസ് മിനിസ്ട്രി എക്സ്റ്റേണൽ തൊട്ടടക്കമുള്ള നേവിയുടെയും എയർഫോഴ്സിന്റെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഹോം മിനിസ്ട്രി പെർട്ടിക്കുലർലി എന്താ ചെയ്യുന്നത്? ഹോം മിനിസ്ട്രി പെർട്ടിക്കുലർ ഇന്റേണൽ ത്രെട്ടുകളെ, അതായത് ഇന്ത്യയിൽ തന്നെയുള്ള ത്രെട്ടുകളെ എന്ത് ചെയ്യുന്നു? തടയുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് സെൻട്രൽ ഹോം മിനിസ്ട്രി ചെയ്യുന്നത്. ഓക്കെ, അതിന് സഹായിക്കുന്ന 7 ഫോഴ്സുകളുണ്ട്. 7 ഫോഴ്സുകളുണ്ട് ആരുടെ കീഴില്? സെൻട്രൽ ഹോം മിനിസ്ട്രിയുടെ കീഴില്, ആഭ്യന്തര വകുപ്പിന്റെ കീഴില് 7 മിനിസ്ട്രികളുണ്ട്, 7 ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. പ്രധാനമായിട്ടും 7 ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അതിനെ എല്ലാത്തിനെയും കൂടി കൂട്ടി വിളിക്കുന്ന പേരാണ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ്, CAPF. സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ്. അതിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെങ്കിൽ അതിലെ ഒരു സഖ്യമാണ്, ഡിപ്പാർട്ട്മെന്റ് അല്ല സഖ്യമാണ് CISF എന്ന് പറയുന്നത്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. ഓക്കെ, സോ ഈ സെൻട്രൽ സെക്യൂരിറ്റി ഫോഴ്സ് അല്ലാണ്ട് വേറെ എന്തൊക്കെയുണ്ടോ ഈ CAPF അല്ലെങ്കിൽ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിൽ? സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിൽ 7 ഫോഴ്സുകളുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ആസാം റൈഫിൾസ്. ആസാം മേഖലയിൽ എന്ന് പറയുമ്പോൾ എവിടെയാണ് വരുന്നത്? നമ്മുടെ ചൈനയോട് അടുത്ത് കിടക്കുന്ന നോർത്ത് ഈസ്റ്റിൽ കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് ആസാം റൈഫിൾ എന്ന് പറയുന്നത്. ആസാം റൈഫിൾസ് എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് ഉണ്ട്. ദെൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, അതായത് ബോർഡർ ഏരിയാസ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തുണ്ട്? ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Then Central Reserve Police Force, CRPF ജവാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. Then Indo-Tibetan Border Police, then National Security Guard and ശാസ്ത്ര സീമ ബൽ. ഇതിൽ നിങ്ങൾക്ക് സംശയം വരാവുന്ന ഒരു കാര്യം ഈ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് അല്ലെങ്കിൽ NSG എന്ന് പറയുന്നതാണ്. നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് അല്ലെങ്കിൽ NSG നിങ്ങൾ എപ്പോഴാണ് കേട്ടെ? നിങ്ങൾ ഈ നമ്മളുടെ മുംബൈ അറ്റാക്കുമായി ബന്ധപ്പെട്ട് NSG ഫോഴ്സ് ഇറങ്ങിയെന്നും അവിടെ ഗംഭീരമായിട്ടുള്ളൊരു റെസ്ക്യൂ ഓപ്പറേഷൻ അല്ലെങ്കിൽ റെസ്ക്യൂ മിഷൻ അവർ നയിച്ചു എന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. പല സിനിമകളും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ ആരുടെ കീഴിലാണ്? അങ്ങനെ ഒരു എക്സ്റ്റേണൽ ത്രെറ്റ് വന്നു കഴിഞ്ഞപ്പോഴല്ലേ അവർ ഇറങ്ങിയത്. പെർട്ടിക്കുലർലി NSG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം മിനിസ്ട്രിയുടെ കീഴിലുള്ള ഒരു ഫോഴ്സ് ആണ്. മനസ്സിലായോ? ഹോം മിനിസ്ട്രിയുടെ കീഴിലുള്ള ഒരു ഫോഴ്സ് ആണ് NSG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹോം മിനിസ്ട്രിയുടെ കീഴിലാവുമ്പോൾ പെർട്ടിക്കുലർലി ഒരു സീനിയർ IPS ഓഫീസർ ആയിരിക്കും NSGയുടെ ഹെഡ് ആയിട്ട് വരുന്നത്. NSG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആർമി, നേവി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം റിക്രൂട്ട് ചെയ്തിട്ട് അവരിൽ നിന്നാണ് ഈ NSG കമാൻഡോസ് രൂപപ്പെടുന്നത്. പക്ഷേ ഇതിന്റെ പെർട്ടിക്കുലർ ഹെഡ് ആരായിരിക്കും? നമ്മുടെ ഒരു IPS ഓഫീസർ ആയിരിക്കും, അല്ലെങ്കിൽ സീനിയർ മോസ്റ്റ് IPS ഓഫീസർ ആയിരിക്കും. മനസ്സിലാകുമോ? സോ അവിടെ തെറ്റിപ്പോകരുത്. NSG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ കീഴിലാണ്? ഹോം മിനിസ്ട്രിയുടെ കീഴിലുള്ള 7 കമ്പൈൻഡ് ആംഡ് പോലീസ് ഫോഴ്സിന്റെ കീഴിലുള്ളതാണ് ഈ NSG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. NSG കൂടാതെ ആരും കൂടിയുണ്ട്? ശാസ്ത്ര സീമ ബൽ. സോ ആസാം റൈഫിൾസ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, CISF, CRPF, Indo-Tibetan പോലീസ് ഫോഴ്സ് ആൻഡ് NSG, then SSB or ശാസ്ത്ര സീമ ബൽ. ക്ലിയർ ആണല്ലോ എങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്ന്? ആരുടെ കീഴിലാണ്? ഹോം മിനിസ്ട്രിയുടെ കീഴിലാണ്. ദെൻ ആസാം റൈഫിൾസ് എന്താണെന്ന് നമുക്കൊന്ന് ബ്രീഫ് ആയിട്ട് നോക്കി പോകാം. ആസാം റൈഫിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ നിലനിന്ന ഒരു ഫോഴ്സ് ആയിരുന്നു. 1881 തുടങ്ങുന്ന ഒരു ഫോഴ്സ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആസാം ടീ മേഖലകൾ ഉണ്ടായിരുന്നു, ടീ പ്ലാന്റേഷനുകൾ ഉണ്ടായിരുന്നു.
അവിടെയുള്ള ബ്രിട്ടീഷിന്റെ പ്ലാന്റേഷനുകളെ എന്ത് ചെയ്യുന്നതിന് വേണ്ടി, പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ തന്നെ ഉണ്ടാക്കിയ ഒരു കൂട്ടം ആളുകളെയാണ് ഈ ആസാം റൈഫിൾസ് എന്ന് പറയുന്നത്. ദെൻ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, സ്വതന്ത്ര ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റത്തെ തന്നെ നമ്മൾ നിലനിർത്തി പോകുന്നു. എന്തിനു വേണ്ടിയിട്ട്? ആസാം ബോർഡർ ഏരിയാസ് ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, എന്ത് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ദെൻ അവിടുത്തെ ഇന്റേണൽ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ദെൻ ബാക്കിയുള്ള പുറത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പോകും. അല്ലെങ്കിൽ ആസാം റൈഫിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസാമിൽ മാത്രം ഒതുക്കി നിൽക്കുന്ന ഒരു കൂട്ടമല്ല, ആസാം പുറത്തേക്ക് പോകും. മനസ്സിലായോ? ദെൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്താ ചെയ്യുക? പേരിൽ തന്നെയുണ്ട്, ബോർഡർ സെക്യൂരിറ്റി ചെയ്യും. അപ്പൊ ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഈ നമ്മളുടെ ആർമി ഓഫീസേഴ്സ്, ജവാന്മാര്, അല്ലെങ്കിൽ നമ്മളുടെ മേജർ രവിയെ പോലെയുള്ള കേണലുകളൊക്കെ എവിടെയാ നിൽക്കുന്നത്? അവരും ബോർഡറിലല്ലേ? ഇതിപ്പോ രണ്ട് സെക്യൂരിറ്റിമാരാണ്. എന്താ ഈ രണ്ട് സെക്യൂരിറ്റിമാര് ബോർഡേഴ്സിൽ? അത്രയും കഠിനമായ ബോർഡർ ആയത് കൊണ്ടാണെന്നൊന്നും പറയരുത്. രണ്ട് സെക്യൂരിറ്റി വേണ്ടല്ലോ, ഒറ്റ സെക്യൂരിറ്റി പോലെ. അതായത് ഡിഫൻസിന്റെ കീഴിലുള്ള ആർമി ഏറ്റവും പവർഫുൾ ആണെന്ന് നമ്മൾ പറയുന്ന ആർമിനെ കൊണ്ട് സെക്യൂരിറ്റി ചെയ്താൽ പോലെ. അതായത് ഈ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്താ ചെയ്യുന്നത്? അതായത് ഡിമാർക്കേറ്റഡ് ലൈൻസ് ഉണ്ടാവും. അതായത് ഇരു കൂട്ടരും, ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലാണ് നിൽക്കുന്നതെങ്കിൽ ഇരു കൂട്ടരും അംഗീകരിച്ച ലൈനുകൾ ഉണ്ടാവുമല്ലോ. ഇരു കൂട്ടർക്കും തർക്കമില്ലാത്ത പ്രദേശങ്ങൾ ഉണ്ടാവും. അവിടെയാണ് ഈ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, സോ ഇഫ് ദർ ഈസ് എ ഡിസ്പ്യൂട്ടഡ് ഏരിയ, അല്ലെങ്കിൽ അവിടെ പ്രശ്നം നടക്കുന്ന ഏരിയ ആണെങ്കിൽ അവിടെ ആര് വരും? ദെൻ ദ ആർമി അറൈവ്സ്, ആർമി അവിടെ വരും. സോ ഇവരൊരു ഫസ്റ്റ് ലെവൽ ഓഫ് ഡിഫൻസ് ആണ് ആര്? ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. ഇന്ത്യയുടെ ബോർഡേഴ്സ് കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക. കര അതിർത്തി മാത്രമാണോ? അല്ല. കര അതിർത്തി മാത്രമല്ല, വാട്ടർ അതിർത്തിയും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഉത്തരവാദിത്വം? ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഉത്തരവാദിത്വം. സോ ഇപ്പൊ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ, അവിടെ എല്ലാം കീപ്പ് ചെയ്യും. സോ അവിടെ നിന്ന് കുടിയേറ്റങ്ങൾ വരും, മൈഗ്രേഷനുകൾ വരും, ട്രെസ് പാസിംഗ് സംഭവിക്കും. സോ അതെല്ലാം ഇല്ലാതെ നോക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനാണ്. ദെൻ ഇഫ് ദർ ഇസ് എ ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി, എവിടെ പോകും? ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി ഉണ്ടെങ്കിൽ ആർക്ക് പോകും? നേരെ പോകുന്നത് ആർമിക്കാണ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അല്ല. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അവിടെ ഒരു ഫസ്റ്റ് ലെവൽ ഓഫ് ഡിഫൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് നിങ്ങൾ, അതായത് ഡിമാർക്കേറ്റഡ് ലൈൻസ് ആണെങ്കിൽ അവിടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആയിരിക്കും. വലിയ പ്രശ്നങ്ങളില്ലാത്ത ഡിമാർക്കേറ്റഡ് ലൈൻസുകളാണെങ്കിൽ. ദെൻ ഇവിടെ നിങ്ങൾ പറഞ്ഞു ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു. ചൈനയുമായിട്ട് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് നിൽക്കുമോ അതോ ആർമി ഇറങ്ങും? കാരണം ചൈനയിൽ വെൽ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ഡിമാർക്കേറ്റഡ് ലൈനുകൾ കുറവാണ്. അതായത് ഇന്ത്യയും ചൈനയും അംഗീകരിച്ച ലൈനുകളില്ല. അതായത് ഇന്ത്യ അംഗീകരിച്ച ലൈൻ ചിലപ്പോൾ ചൈന അംഗീകരിക്കുന്നുണ്ടാവില്ല, ചൈന അംഗീകരിച്ച ലൈൻ ഇന്ത്യ അംഗീകരിക്കുന്നില്ല. സോ അവിടെ ഒരു ബോർഡർ ഡിമാർക്കേഷൻ ഇല്ല, വേർട്ടിക്കലി ബോർഡർ ഡിമാർക്കേഷൻ ഇല്ല. അവിടെ ആർക്ക് പോകും? സെക്യൂരിറ്റി ആർമിക്കായിരിക്കും പോകുന്നത്. മനസ്സിലായോ? സോ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഉദ്ദേശം മനസ്സിലായോ? അവര് ബോർഡർ എന്ന് പറയുമ്പോൾ ആർമിയുമായിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യരുത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ സംശയം വരാനുള്ള ഏരിയകളാണ്. ഇതെന്താണ് അവന്മാർ ഇവിടെ നിർത്തിയത് എന്നുള്ളതാണ്. ദെൻ നമ്മൾ സ്ഥിരപരിചിതമുള്ള സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് വരുന്നത് 1969 എന്തിനു വേണ്ടിയിട്ട്? ഇന്റഗ്രേറ്റഡ് സെക്യൂരിറ്റീസ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങുകൾ, അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ന്യൂക്ലിയർ എനർജി സൈറ്റുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ, ഇപ്പൊ ന്യൂക്ലിയർ എനർജി, എയർപോർട്ട്സ്, പവർ പ്ലാന്റ്സ്, അങ്ങനെയുള്ള ഇന്ത്യയുടെ സ്വത്തുക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ CISF ജവാന്മാര് നിലകൊള്ളുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലപ്പോഴും എയർപോർട്ടിൽ നിങ്ങൾ പോകുമ്പോൾ CISF ജവാന്മാരാണ് ഇരിക്കുന്നത്. നിങ്ങൾ എയർപോർട്ടിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ഫ്രണ്ടിൽ നിൽക്കുന്ന നമ്മുടെ ചെക്കിംഗ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈ CISF ജവാന്മാരാണ്. മാറി അവരെ പേര് വിളിക്കരുത്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലെ ചേട്ടാനൊന്നും വിളിക്കരുത്. നമ്മൾ UPSC പഠിച്ചവരാണ്, ബാക്കിയുള്ളവർ വിളിക്കും. അത് BSFന്റെ ജവാനാണല്ലോ അവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് പോലീസുകാരന്മാരാണ് അവിടെ വിളിച്ചിരുന്നത്. പോലീസുകാരനെ വിളിച്ചേ, പോലീസൊന്നുമല്ല, CISF. അപ്പൊ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം, ചേട്ടാ ഇത് രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്. ഒന്ന് ഡിഫൻസ് മിനിസ്ട്രിയുടെ കീഴിലും ഒന്ന് ഹോം മിനിസ്ട്രിയുടെ കീഴിലും. ഹോം മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന കമ്പൈൻഡ് പോലീസ് ഫോഴ്സിൽ 7 വരുന്നുണ്ട്. അതിൽ വരുന്ന സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അല്ലെങ്കിൽ CISF ജവാന്മാരാണ് നമ്മളുടെ എവിടെ നിൽക്കുന്നത്? നമ്മളുടെ എയർപോർട്ടിൽ നിൽക്കുന്നത്. ബോർഡറിലാണെങ്കിൽ മാത്രമാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. പിന്നെ ആസാമിലാണെങ്കിൽ വേറെ ഏത് ടീമുണ്ട്? ആസാമിലാണെങ്കിൽ ആസാം റൈഫിൾ എന്ന് പറഞ്ഞ ടീമുണ്ട്. അതിന്റെ കഥ അറിയോ? അത് ബ്രിട്ടീഷുകാരൻ കാലം മുതലേ ഉള്ളതാണ്.
മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ പഠിച്ച അറിവുകൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഓക്കെ. സോ നെക്സ്റ്റ് ഫോഴ്സ് ഈസ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, CRPF. CRPF ജവാന്മാര്, CRPF ജവാന്മാര് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് യൂണിയൻ ടെറിട്ടറീസിന് വേണ്ടിയിട്ട്, സ്റ്റേറ്റുകൾക്ക് അസിസ്റ്റൻസ്. പേരിൽ തന്നെയുണ്ട്, റിസർവ് ആണ്. ഇവർക്ക് പെർട്ടിക്കുലർലി ഒരു ജോലി അസൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല. ജോലി ഉണ്ട് ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ട്. ദെൻ പെട്ടെന്നൊരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ മറ്റേ ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകളിൽ ജോലി കിട്ടിയിരിക്കുന്ന CISF ജവാന്മാരോട് വിളിച്ചിട്ട്, മക്കളെ വയനാട് ഒരു ദുരന്തം സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾ ആ ന്യൂക്ലിയർ പവറിന്റെ ഏരിയയിൽ നിന്നും മാറിയിട്ട് ഇങ്ങടേക്ക് വന്നെന്ന് പറയൂ. ഇല്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിലെ പിള്ളേരെ എടുത്തു വെച്ചിരിക്കുന്നത്. അവരെന്ത് ചെയ്യും? സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിലെ ജവാന്മാര് ഇങ്ങനെയുള്ള റാപ്പിഡ് ആക്ഷന് വേണ്ടിയിട്ട് അവർ നിലകൊള്ളും. ദെൻ ഇലക്ഷൻ സെക്യൂരിറ്റി, ഇലക്ഷന് വരുന്നത് ആരാണ്? ഇലക്ഷൻ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ സെക്യൂരിറ്റി ആൻഡ് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് നമ്മുടെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിലെ അംഗങ്ങളാണ് വരുന്നത്. അവരുടെ പെർട്ടിക്കുലർ ഏരിയ എന്താണ്? ഈ യൂണിയൻ ടെറിട്ടറി പോലെയുള്ള സ്ഥലങ്ങൾ. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കീപ്പ് ചെയ്ത് പോവുക. മനസ്സിലായോ? സോ ഇതാണ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിന്റെ ഉദ്ദേശം. ദെൻ ഇൻഡോ ടിബറ്റിയൻ ബോർഡർ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർട്ടിക്കുലർലി ഇൻഡോ ചൈന ബോർഡേഴ്സിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മുടെ ഈ ഇൻഡോ ടിബറ്റിയൻ പോലീസ് ഫോഴ്സിന് വേണ്ടിയിട്ടാണ്. എന്തിനാ ഇങ്ങനെ ഇൻഡോ ടിബറ്റിയൻ ബോർഡേഴ്സ്? കേരളത്തില് അധികം ആരെങ്കിലും ഇൻഡോ ടിബറ്റിയൻ പോലീസ് ഫോഴ്സിലുണ്ടോ? ഉണ്ട്, കുറച്ച് പേരൊക്കെ കേരളത്തിൽ നിന്നും കുറച്ചധികം പേരുകൾ നമ്മുടെ ഇൻഡോ ടിബറ്റിയൻ പോലീസ് ഫോഴ്സിലൊക്കെ അംഗങ്ങളായിട്ടുണ്ട്. സോ 1962 എന്താ സംഭവിച്ചത്? ഇന്ത്യയും ചൈനയും യുദ്ധം ചെയ്തു. അതിന്റെ ഫലമായിട്ടാണ് ആ അതിർത്തികളിൽ നമ്മൾ ഇങ്ങനെ ഒരു ഇൻഡോ ടിബറ്റിയൻ ബോർഡർ പോലീസിനെ ഏർപ്പെടുത്തിയത്. അല്ലെങ്കിൽ ഇൻഡോ ടിബറ്റിയൻ പോലീസ് ഫോഴ്സസ് എക്സിസ്റ്റൻസിൽ വന്നത് ഈ ഇൻഡോ ചൈന വാറിന് ശേഷമാണ്. ഇതിനു വേണ്ടിയിട്ടാ ആ ബോർഡേഴ്സ് സംരക്ഷിച്ചു പോരാനായിട്ട്. മനസ്സിലായോ? നമ്മളിവിടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ പറഞ്ഞപ്പോ നമ്മൾ എന്ത് പറഞ്ഞില്ല? ചൈനയെ കുറിച്ച് വേണ്ടിയിട്ടില്ല. ഇൻഡോ പാകിസ്ഥാൻ, ഇൻഡോ ബംഗ്ലാദേശ്, ദെൻ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ലൈനിനെയാണ്, അല്ലെങ്കിൽ ബോർഡേഴ്സിനെയാണ് ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ലൈനെ എന്താ പറയാ? ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. ദർ ഈസ് എ ലൈൻ ബട്ട് വി ഡിഡ്ന്റ് ഡിമാർക്കേറ്റഡ് ഇറ്റ്. നമ്മൾ അതിനെ ഡിമാർക്കേറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ രണ്ടുപേരും പരസ്പരം അംഗീകരിച്ചിട്ടില്ല. സോ ദർ ഇസ് എ ലൈൻ ആൻഡ് ദർ ഇസ് എ കൺട്രോൾ, ബട്ട് ദ ആക്ച്വൽ കൺട്രോൾ ഈസ് നോട്ട് ഡിമാർക്കേറ്റഡ്. അതാണ് ഇത് തമ്മിലെയും വ്യത്യാസം. അതായത് ലൈൻ ഓഫ് കൺട്രോൾ എന്തുമായിട്ടാണ്? ഇന്ത്യയും പാകിസ്ഥാനും. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്താണ്? ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ലൈനാണ്. മനസ്സിലായോ? അതിനെന്താണ് ആക്ച്വൽ കൺട്രോൾ എന്ന് വിളിക്കുന്നത് എന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ആക്ച്വൽ കൺട്രോൾ എന്ന് വിളിക്കുന്നത് എന്താണ്? ദർ ഇസ് എ ലൈൻ. നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ബോർഡേഴ്സ് അംഗീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ലൈൻ ഓഫ് കൺട്രോൾ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബോർഡേഴ്സ് നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആ അംഗീകരിച്ച ലൈനുകളായിരിക്കില്ല ചിലപ്പോ ആര് അംഗീകരിക്കുന്നേ? നമ്മളുടെ ചൈന അംഗീകരിക്കുന്നേ. സോ ദർ ഇസ് എ ലൈൻ ആൻഡ് ദർ ഇസ് എ കൺട്രോൾ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് പെർട്ടിക്കുലർലി ഡിമാർക്കേറ്റഡ്. സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ലൈൻ. ഓക്കെ. സോ അത് കീപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ ചൈന ബോർഡേഴ്സ് പെർട്ടിക്കുലർലി കീപ്പ് ചെയ്യുന്നത് ഇൻഡോ ടിബറ്റിയൻ ബോർഡർ പോലീസ് ആണ്. ദെൻ ഒരു ടീമും കൂടി ഉണ്ട്, ശാസ്ത്ര സീമാ ബെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൈനീസ് ബോർഡറിൽ തന്നെ പെടുന്നതാണ്. പെർട്ടിക്കുലർലി നമ്മൾ നേപ്പാൾ, ഭൂട്ടാൻ ഏരിയയിലേക്ക് പ്രവർത്തിക്കുന്ന നമ്മളുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഹോം മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ആണ് ശാസ്ത്ര സീമാ ബെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതും 1963 തന്നെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 1963 പെർട്ടിക്കുലർലി ഇൻഡോ ചൈന വാറിന് ശേഷമാണ് അങ്ങനെ ഒരു ഫോഴ്സും എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ദെൻ പെർട്ടിക്കുലർലി നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് അല്ലെങ്കിൽ NSG ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മളുടെ രാജീവ് ഗാന്ധി ഗവൺമെന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഇന്റേണൽ ത്രെട്ടുകൾ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള ഒരു ആക്രമണം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ടെററിസ്റ്റ് അറ്റാക്ക് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഫോഴ്സ്, പെർട്ടിക്കുലർലി ആർമിയുടെയും നേവിയുടെയും നമ്മളുടെ എയർഫോഴ്സിന്റെയും എല്ലാം അംഗങ്ങളിൽ നിന്ന് പെട്ടെന്ന് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് റാപ്പിഡ് റെസ്പോൺസ് ആയിരിക്കണം. പെട്ടെന്ന് ഒരു ഭീകരാക്രമണം സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു മെട്രോ റെയിലിന് ഒരു ഭീകരാക്രമണം സംഭവിച്ചു. അപ്പോഴേക്കും നമ്മൾ അവിടെ നിന്നിട്ട് നമ്മളുടെ മിലിറ്ററിയിൽ നിന്ന് ഒരു 5 പേര് പോരട്ടെ, ദെൻ
നേവിയിൽ നിന്ന് നിങ്ങൾക്കുള്ള ഒരു 5 പേര് നല്ല പിള്ളേരെ ഒരു 5 പേരെ ഇങ്ങോട്ട് വിട്ടേക്കൂ എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് സമയമില്ല. മനസ്സിലായോ? സോ റാപ്പിഡ് റെസ്പോൺസ് ആയിരിക്കണം നമുക്ക്. സോ അതിനു വേണ്ടിയിട്ട് 1986 രാജീവ് ഗാന്ധി ഗവൺമെന്റിന്റെ കീഴിലാണ് NSG ആദ്യമായിട്ട് രൂപപ്പെടുന്നത്. മേജർ പല റെസ്ക്യൂ ഓപ്പറേഷനുകളും അവർക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പെർട്ടിക്കുലർലി 2008-9 നമ്മളുടെ മുംബൈ അറ്റാക്ക്. ഓക്കെ, സോ NSG എന്താണെന്ന് മനസ്സിലായോ? സോ ഈ 7 ഘടകങ്ങളും 7 ഫോഴ്സുകളും എന്തിന്റെ കീഴിലാണ്? മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ കീഴിലാണ്, ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണ്. സോ ഇതാണ് നമ്മളുടെ 4th ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് 5th ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. 5th ആർട്ടിക്കിൾ എന്താണ്? ആകാശ് പ്രൈം സക്സസ്ഫുള്ളി ടെസ്റ്റഡ് ഇൻ ലഡാക്ക് ബൈ ആർമി. ആകാശ് മിസൈൽ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. ആകാശ് മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഒരു മിസൈലാണ് ആകാശ് മിസൈൽ. പേര് കേട്ടാൽ തന്നെ അറിയില്ലേ, ആകാശ് എന്നൊക്കെ പറഞ്ഞിട്ട് ചൈനക്കാരൻ ആകാശ് എന്ന് പറഞ്ഞൊരു മിസൈലിന് പേരിടും, അല്ലെങ്കിൽ ഫ്രാൻസിൽ ഇരിക്കുന്ന ആളുകൾ ആകാശ് എന്ന് പറഞ്ഞിട്ടൊരു മിസൈലിന് പേരിടും. സോ പേര് കേട്ടാൽ തന്നെ അറിയാം അത് ഇൻഡിജീനിയസ് ആണ്. ഓക്കെ, സോ ഇന്ത്യയുടെ ഒരു ഇൻഡിജീനിയസ് മിസൈലാണ് ആകാശ് എന്ന് പറഞ്ഞാൽ. ഇൻഡിജീനിയസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിർമ്മിച്ച മിസൈലാണ് ഈ ഇൻഡിജീനിയസ് മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ആകാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാം സിസ്റ്റം ആണ്. അതായത് സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ടു എയർ, അതായത് ഇന്ത്യയുടെ ഒരു വാഹനത്തിലായിരിക്കും ഇത് വെച്ചിരിക്കുന്നത്, ഒരു ട്രക്കിലായിരിക്കും ഇത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് എന്തിനെ ഫൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്? ആകാശത്തെ, പേര് സൂചിപ്പിക്കുന്നത് തന്നെ ആകാശത്തിലുള്ള സർഫസ് ടു എയർ, അതായത് ഇപ്പൊ പാകിസ്ഥാനിൽ നിന്നോ അല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും രാജ്യത്തിൽ നിന്നോ ഒരു മിസൈൽ വന്നു കഴിഞ്ഞാൽ അത് എയറിൽ വെച്ച് തന്നെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ടുള്ള മിസൈലിനെയാണ് ആകാശ് മിസൈൽ എന്ന് പറയുന്നത്. സർഫസ് ടു എയർ മിസൈൽ. ഓക്കെ, ഇതാണ് ആകാശ് മിസൈലിനെ കുറിച്ചിട്ട്. ദെൻ അത് ക്രിയേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തത് ആരാണ്? DRDO ആണ്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. DRDO ആണ് അത് ഡെവലപ്പ് ചെയ്തത്. മോസ്റ്റ് ഓഫ് ഇൻഡിജീനിയസ് മിസൈലുകളെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് ഈ DRDO എന്ന് പറയുന്ന സംവിധാനമായിരിക്കും. ഓക്കെ, സോ ദെൻ ഇത് എത്ര കിലോമീറ്റർ വരെ പോകാനായിട്ട്? 30 കിലോമീറ്റർ, അപ് ടു 30 കിലോമീറ്റർ റേഞ്ച്, 25 കിലോമീറ്റർ, 4.5 കിലോമീറ്റർ ടു 25 കിലോമീറ്റർ റേഞ്ച് വരുന്നത്. അപ്രോക്സിമേറ്റ്ലി 30 കിലോമീറ്റർ വരെ പോകാനായിട്ടുള്ള റേഞ്ച് ആണ് ഇതിനുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ ഇതിൽ എന്താണ് മനസ്സിലാക്കിയത്? ഇൻഡിജീനിയസ് സിസ്റ്റം ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. ദെൻ സാം സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കി? സർഫസ് ടു എയർ മിസൈൽ. സർഫസ് ടു എയർ അല്ലാണ്ട് എന്തൊക്കെ മിസൈൽസ് ഉണ്ട്? അതായത് മിസൈൽ സിസ്റ്റത്തെ കുറിച്ചിട്ട് ഞാനൊന്ന് ബ്രീഫ് ആയിട്ട് പറയാം. സമയം ഉണ്ടോ എന്നറിയില്ല, എങ്കിലും ബ്രീഫ് ആയിട്ട് ഞാൻ പറയാം. അതായത് ഇന്ത്യൻ മിസൈൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇന്റഗ്രേറ്റഡ് മിസൈൽ പ്ലാൻ ഉണ്ട്. നമുക്ക് ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ പ്ലാൻ ഉണ്ട്. നമുക്ക് 1983 തുടങ്ങിയ ഒരു പ്ലാനാണ്. ഇതുവഴി നമ്മൾ ഇൻഡിജീനിയസ് ആയിട്ട് മിസൈലുകളെ ഉൽപ്പാദിപ്പിക്കുവാനായിട്ടാണ് നമ്മൾ തീരുമാനിച്ചത്. ഇത് പ്രകാരം ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ മിസൈൽ ഏതാണ്? ആദ്യത്തെ മിസൈല് പൃഥ്വി എന്ന് പറയുന്ന മിസൈലാണ്. പൃഥ്വി എന്ന് പറയുന്ന മിസൈലാണ് ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച ഇൻഡിജീനിയസ് മിസൈൽ. ഓക്കെ, അങ്ങനെ പൃഥ്വിക്ക് തന്നെ പല പേരുണ്ട്. പൃഥ്വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വി 1, പൃഥ്വി 2, അങ്ങനെ പല പല പേരുകളിലാണ് ഈ പൃഥ്വി അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ പൃഥ്വി മിസൈൽസുകളുടെ ഓരോ വേരിയൻസും അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ നമുക്ക് മിസൈൽസ് ഉണ്ട്. ത്രിശൂൽ എന്ന് പറഞ്ഞ മിസൈൽ ഉണ്ട്, നാഗ് എന്ന് പറഞ്ഞ മിസൈൽ ഉണ്ട്. നാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർട്ടിക്കുലർലി ആന്റി ടാങ്ക് മിസൈലാണ്. ആന്റി ടാങ്ക് മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മിസൈൽ പോയിട്ട് അപ്പുറത്തുള്ള ടാങ്കുകളെ അറ്റാക്ക് ചെയ്യും. അതായത് കരയുദ്ധത്തിന് യൂസ് ചെയ്യുന്ന മിസൈലാണ് എന്ത്? ഈ നാഗ് മിസൈലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ത്രിശൂൽ ഉണ്ട്. ദെൻ അഗ്നി എന്ന് പറയുന്ന മിസൈൽ ഉണ്ട്. അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലിസ്റ്റിക് മിസൈലാണ്. ബാലിസ്റ്റിക് മിസൈൽ എന്താണ്? ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ഏരിയയിലേക്ക് കവർ ചെയ്യുന്ന ഫയർ ആൻഡ് ഫോർവേഡ് മിസൈലുകളാണ്. പിന്നെ വേറെ ഏത് മിസൈലുകളാണ് നമുക്കുള്ളത്? ദെൻ നമുക്ക് മറ്റൊരു മിസൈലുടെ ആകാശിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു, നാഗിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. ദെൻ അഗ്നി എന്ന് പറയുന്ന മിസൈൽ ഉണ്ട്. ദെൻ നമുക്ക് ക്രൂയിസ് മിസൈലിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മളുടെ മോസ്കോ റഷ്യയുമായിട്ട് നമ്മൾ ചേർന്ന് തീരുമാനിച്ച ബ്രഹ്മോസ് മിസൈൽ ഉണ്ട്. ബ്രഹ്മപുത്ര എന്ന് പറയുന്ന നദിയും മോസ്കോ എന്ന് പറയുന്ന നദി, അങ്ങനെ 2 നദികളുടെ പേര് ചേർന്നിട്ട് ഇന്ത്യയും റഷ്യയും കൂടി സംയുക്തമായി നിർമ്മിച്ച ഒരു ക്രൂയിസ് മിസൈലാണ് എന്ത്? ബ്രഹ്മോസ് എന്ന് പറയുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട മിസൈലുകളാണ് ഞാനിവിടെ പറഞ്ഞത്. അതിലൊരു മിസൈലാണ് ഏത്? ആകാശ് എന്ന് പറയുന്ന മിസൈൽ, സർഫസ് ടു എയർ. അതായത് ഒരു സർഫസിൽ നിന്ന് മറ്റൊരു സർഫസിനെ അറ്റാക്ക് ചെയ്യുന്ന മിസൈലുകൾ ഉണ്ട്. സർഫസ് ടു സർഫസ് മിസൈൽ എന്ന് പറയും. ഓക്കെ, എയറിൽ നിന്ന് എയറിലേക്ക് അറ്റാക്ക് ചെയ്യുന്ന മിസൈലുകൾ ഉണ്ട്, എയർ ടു എയർ മിസൈൽ.
ദെൻ സർഫസിൽ നിന്ന് എയറിലുള്ള ഒരു ടാർഗറ്റിനെ അറ്റാക്ക് ചെയ്യുന്ന മിസൈലുകൾ ഉണ്ട്. അങ്ങനെയുള്ള മിസൈലുകൾ എന്താ പറയുന്നത്? സർഫസ് ടു എയർ മിസൈൽ. ഓക്കെ, അങ്ങനെ സാം ടെക്നോളജിയാണ് അല്ലെങ്കിൽ സാം മിസൈലുകളാണ് എന്ത്? ആകാശ് മിസൈൽസ്. ഇൻഡിജീനിയസ്ലി ഡെവലപ്ഡ് ആണ്. ദെൻ ആരാണ് നിർമ്മിച്ചത്? DRDO ആണ് നിർമ്മിച്ചത്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഫോർത്ത് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫിഫ്ത് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ്, ഇതല്ല ഫിഫ്ത് ആർട്ടിക്കിൾ ആയിരുന്നു. സിക്സ്ത് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഡ്രൂസ്. അതായത് സിറിയൻ ഫോഴ്സ് വിഡ്രോ ഫ്രം ഡ്രൂസ് സിറ്റി ആഫ്റ്റർ ഡ്രൂസ് ഡീൽ. എന്താണ് ഈ ഡ്രൂസ്? ഡ്രൂസ് സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? ഒരു ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസിൽ ഒരു പേര് കേട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ മാപ്പ് എടുത്തിട്ട് ഈ ഡ്രൂസ് സിറ്റി എവിടെയാണെന്ന് തെരഞ്ഞു പോയോ? ഇല്ലെങ്കിൽ അറ്റ്ലസ് എടുത്തിട്ട് ഡ്രൂസ് സിറ്റി എവിടെയാണെന്ന് തെരഞ്ഞു പോയോ? ഇല്ലെങ്കിൽ പോവുക. ജിയോഗ്രഫി പഠിക്കണമെങ്കിൽ ജോഗ്രഫിയുടെ ഇന്റർനാഷണൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലേസുകളിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക. ഈ ഡ്രൂസ് സിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡ്രൂസ് എത്നിസിറ്റി എന്ന് പറയുന്നത് സിറിയയിലെ ഒരു മേജർ ആയിട്ടുള്ള അബ്രഹാമിക് റിലീജിയൻ ആണ് ഈ ഡ്രൂസ് മൈനോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മൾ ഈ പടം കാണിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എവിടെയെങ്കിലും ഒന്ന് സൂക്ഷിച്ചു നോക്കുക. ഈ ഒരു മാപ്പ് ഞാൻ എവിടെയാ കാണിച്ചത്? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ മാപ്പ് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. സോ ഇത് നമ്മൾ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം പറയാൻ പറഞ്ഞപ്പോൾ യൂസ് ചെയ്ത അതേ മാപ്പ് തന്നെയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്തുണ്ട്? ഇവിടെയാണ് ഗസ സിറ്റി വരുന്നത്. ദെൻ ഇത് വെസ്റ്റ് ബാങ്ക് ആണ്. ഓക്കെ, ഇത് വെസ്റ്റ് ബാങ്ക് ആണ്. ദെൻ ഇത് ഗോലൻ ഹൈറ്റ്സ് ആണ്. ഇങ്ങനെ 3 കാര്യങ്ങളെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 3 സ്ഥലങ്ങളിലേക്കും ഇസ്രായേൽ പലപ്പോഴും ആക്രമണങ്ങൾ നടത്തുകയും തിരിച്ച് പിൻവാങ്ങുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ ഗോലൻ ഹൈറ്റ്സ് കണ്ടോ നിങ്ങൾ മുകളില്? ഗോലൻ ഹൈറ്റ്സിന് അടുത്തുള്ള കൺട്രി ഏതാണ്? സിറിയ. ഓക്കെ, സിറിയയും ലെബനനിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു പെർട്ടിക്കുലർ മൈനോറിറ്റി ഗ്രൂപ്പാണ് ആര്? ഈ ഡ്രൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡ്രൂസ്, പ്രത്യേകിച്ച് ഈ ഡ്രൂസ് എന്ന് പേര് വന്നിരിക്കുന്നത്, ഡ്രൂസ് എന്ന് പറഞ്ഞ ഒരു മൗണ്ടെയിൻ ഉണ്ട് അവിടെ. ഓക്കെ, ഡ്രൂസ് എന്ന് പറഞ്ഞ ഒരു മൗണ്ടെയിൻ ഉണ്ട്. സോ ഡ്രൂസ് ഈസ് എൻ അറബ് റിലീജിയസ് ഗ്രൂപ്പ് ഓഫ് റഫ്ലി 1 million people who primarily live in Syria, Lebanon and Israel. സ്ഥലം കിട്ടിയോ? സിറിയ, ലെബനൻ ആൻഡ് ഇസ്രായേൽ. സോ ഒരു അറബ് റിലീജിയസ് കമ്മ്യൂണിറ്റി ആണ് ഈ എന്തെന്ന് പറയുന്നത്, നമ്മളുടെ ഡ്രൂസ് എന്ന് പറയുന്നത്. സോ ഡ്രൂസ് എന്ന് പറയുന്നത് അവിടെ ഒരു മലയാണ്, അല്ലെങ്കിൽ ഒരു മൗണ്ടെയിൻ ആണ്. ആ ഡ്രൂസ് മൗണ്ടെയിന്റെ പേരിലാണ് ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റി. അതായത് ആദ്യമായിട്ട് ആ മലമുകളിൽ അധിവസിച്ചിരുന്ന കമ്മ്യൂണിറ്റികൾ എന്നുള്ള പേരിലാണ് ഡ്രൂസ് കമ്മ്യൂണിറ്റി എന്ന് ഈ ആളുകളെ വിളിക്കുന്നത്. ഓക്കെ, അതിനുള്ള ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇസ്രായേൽ എന്ന് പറയുന്ന ഏത് രാജ്യമാണ്? ജൂതരാഷ്ട്രമല്ലേ? ജ്യൂസ് അല്ലേ? ജ്യൂസ്. അപ്പോ ഡ്രൂസ് കമ്മ്യൂണിറ്റി ഏതാണ്? അറബ് റിലീജിയൻ ആണ്. ഈ ഇസ്രായേല് ഈ ഡ്രൂസിനെ സഹായിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കർത്താവെ, കഥ മാറി. കാരണം ഇസ്രായേൽ ഒരു ജ്യൂസ് കമ്മ്യൂണിറ്റിയാണ്. ഇവർ ഈ അറബ് രാഷ്ട്രത്തെ, അതായത് അറബായിട്ടാണ് ഇവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെർട്ടിക്കുലർലി അറബ് എന്ന് പറഞ്ഞാൽ എന്താ? അറബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റീസ് ആണ്. പാലസ്തീനായിട്ട് യുദ്ധം എന്തിനു വേണ്ടിയിട്ടാ? സോ അപ്പൊ ഇവരൊരു അറബ് രാഷ്ട്രത്തെ സഹായിക്കുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ അറബ് കമ്മ്യൂണിറ്റീസിനെ സഹായിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് 1967 കാലഘട്ടങ്ങളിൽ നമ്മളുടെ ഇസ്രായേല് ഈ ഗോലൻ ഹൈറ്റ്സ് പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മേജർ കമ്മ്യൂണിറ്റീസ് ആണ് ഈ ഡ്രൂസ് മൈനോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിറിയയിലുണ്ട്, ലെബനനിലുണ്ട്, ഇസ്രായേലിലുണ്ട്. ഇസ്രായേലില് അവർക്ക് പെർമനന്റ് റെസിഡൻസിഷിപ്പ് ഒക്കെ കൊടുത്തിട്ട് അവരുടെ ഭാഗമാക്കിയെങ്കിലും ഇവർക്ക് ഒരുപാട് ടൈസ് എവിടെയുണ്ട്? സിറിയയിലുണ്ട്. ഓക്കെ, സിറിയയില് ഒരുപാട് ടൈസ് ഉണ്ട്. സോ ഇപ്പോ സിറിയയിൽ ഒരു ആഭ്യന്തര കലാപം നടക്കുകയാണ്, അല്ലെങ്കിൽ സിറിയയുടെ ഗവൺമെന്റ് വീക്ക് ആകുകയും അവിടെ പ്രശ്നങ്ങൾ തലപൊക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഈ സിറിയൻ ഗവൺമെന്റ് ഈ ഡ്രൂസിനെ തടഞ്ഞൊതുക്കുന്നതിന്റെ ഭാഗമായിട്ട് പല ക്രൂരതകളും ചെയ്യുന്നുണ്ട്. അതിനെതിരെയാണ് ആര് ചെയ്യുന്നത്? ഇസ്രായേല് തിരിച്ച് അടിക്കുന്നത്, ഡ്രൂസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളുടെ ഗോലൻ ഹൈറ്റ്സിലും ഇസ്രായേലിലും താമസിക്കുന്ന ഡ്രൂസുകളുടെ ആരുണ്ട്? ഹിസ്റ്ററീസ് അപ്പുറം സിറിയയിലുണ്ട്. ഓക്കെ, അപ്പൊ അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരു ഡ്രൂസ് കമ്മ്യൂണിറ്റിയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നേ? ഇസ്രായേല് ഈ വാറിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇസ്രായേൽ ആ വാർ ഇറങ്ങിയിരിക്കുന്നത് അത് അങ്ങനെ ഡ്രൂസിനെ അങ്ങോട്ട് സഹായിച്ചു കളയാം എന്നുള്ളത് കൊണ്ടൊന്നുമല്ല. അവിടെ പല ഇന്റേണൽ പൊളിറ്റിക്സുകൾ നടക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഡ്രൂസ് എവിടെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക.
ഡ്രൂസുമായിട്ടുള്ള യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറിയൻ ഗവൺമെന്റുമായിട്ടുള്ള അവരുടെ യുദ്ധമാണ്. ഇതിൽ ഇസ്രായേൽ ഇടപെട്ടു. ഇസ്രായേൽ ഇടപെടേണ്ട ഒരു കാര്യമില്ല. കാരണം എന്താണ്? ഇസ്രായേൽ പെർട്ടിക്കുലർ ഒരു ജൂത രാഷ്ട്രമാണ്. സോ ഈ ഡ്രൂസ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ സിറിയയിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്? അതായത് ഡ്രൂസ് അവിടെ സിറിയയിൽ ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ്. സോ അവരുടെ ആവശ്യങ്ങൾ അവിടുത്തെ ഗവൺമെന്റുകൾ അംഗീകരിക്കുന്നില്ല. അവരെ തുടച്ചു നീക്കാനുള്ള പല ശ്രമങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് അവരുടെ ഒരു സ്ട്രൈക്ക് അല്ലെങ്കിൽ ഒരു ഇന്റേണൽ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ട്രൈക്ക് അവിടെ നടക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളുടെ ഇസ്രായേൽ വരികയും ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോൾ കറന്റ് നമ്മളുടെ USA മധ്യസ്ഥതയിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ മീഡിയേഷൻ ഉടമ്പടികളും ഒരു ട്രൂസ് എഗ്രിമെന്റുകളൊക്കെ വരികയാണ്, സീസ് ഫയേഴ്സ് വരുന്നു. സോ ഇനി യുദ്ധങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് അവിടെ സമാധാനം പുലരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ എന്താണ് ഈ ട്രൂസ് മൈനോറിറ്റി എന്നും റിലീജിയസ് മൈനോറിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രൂസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, സോ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾ ആദ്യം അറ്റ്ലസിലേക്ക് പോകണം, അല്ലെങ്കിൽ മാപ്പ് നിങ്ങൾ എടുത്ത് പോകണം. എന്നിട്ട് എവിടെയാണ് ഇതെന്ന് കണ്ടുപിടിക്കണം. അവിടെ പെർട്ടിക്കുലർലി ഒരു ട്രൂസ് മൗണ്ടെയിൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ട്രൂസ് മലനിരകൾ. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ന്യൂസ്. പെർട്ടിക്കുലർലി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു പോയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.